ആത്മാവിൽ ബലപ്പെട്ടു, താൻ ആത്മാവിൽ വളർന്നു ബലപ്പെട്ടു. और दूसरा जो है बालक बढ़ता गया और आत्मा में बल प्राप्त करता गया. 3 യേശു പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായി. और तीसरा प्रभु यीशु मसीह पवित्र आत्मा से अभिषिक्त हुए. 3 വ്യത്യസ്ത അനുഭവങ്ങൾ. और 3 विभिन्न अनुभव. ഞാൻ അതിനെ വേറൊരു ഭാഷയിലേക്ക് മാറ്റാൻ പോകുകയാണ്. और आज मैं उसको दूसरे शैली में आपके सामने बताना चाहता हूं. നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്, हमारे भीतर कार्य करने वाली पवित्र आत्मा, നമ്മോട് കൂടെ സഞ്ചരിച്ചു പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്, हमारे साथ यात्रा करती हुई पवित्र आत्मा, അതാണ് നമ്മെ വളർത്തുന്നത്. और वही आत्मा जो हमें बढ़ाती है. ഒടുവിൽ നമ്മിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന ദൈവത്തിന്റെ ആത്മാവ്. और आखिर में वो पवित्र आत्मा जो हमारे अंदर से उमड़ते हुए आगे कार्य करती है. അല്ലെങ്കിൽ നമ്മുടെ മീതെ വരുന്ന ദൈവത്തിന്റെ ആത്മാവ്. और जो पवित्र आत्मा जो हमारे ऊपर कार्य करती है. ഈ 3 ഘടകങ്ങളായി തിരിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. और इसको 3 भागों में विभाजित करके बहुत सीखने का एक विषय है. പരിശുദ്ധാത്മാവിന്റെ 7 ഓഫീസുകളെ കുറിച്ച് പ്രാരംഭത്തിൽ ഹിന്ദി സെക്ഷനിൽ നിന്ന് കർത്താവിന്റെ ദാസൻ അല്ല വിജിൽ ബ്രദർ ഒന്ന് ഓർമ്മിപ്പിച്ചു. और शुरुआत में ही जो हम सुन चुके हैं कि पवित्र आत्मा के 3 कार्यालयों के बारे में, ऑफिसेस के बारे में. ദൈവത്തിന്റെ 7 ആത്മാക്കൾ എന്ന് തിരുവചനം പറയുന്നുണ്ട്. जब परमेश्वर के वचन में हम सीखते हैं पवित्र आत्मा के 7 कार्यों के बारे में. അങ്ങനെ പറയാൻ പല കാരണങ്ങളുണ്ട്. उसके कहने के अनेक कारण हैं. 7 എന്നത് ദൈവത്തിന്റെ പൂർണ്ണസംഖ്യയാണ്. पहला 7 जो है परमेश्वर की पूर्णता को बताता है. ദൈവത്തിന്റെ പൂർണ്ണതയിൽ പരിശുദ്ധാത്മാവാണ് ഇന്ന് ദൈവത്തെ ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണത 7 എന്ന് പറയും. और आज जो है पवित्र आत्मा परमेश्वर को प्रदर्शित करते हुए 7 जो है उसकी पूर्णता को दर्शाते हुए यहाँ पे कार्य करते हुए बताती है. 2 പരിശുദ്ധാത്മാവിന് വ്യത്യസ്ത ഓഫീസുകളുണ്ട്. और दूसरा पवित्र आत्मा के अनेक कार्यालय हैं, ऑफिसेस हैं. ഒരേ ആള് തന്നെ പല ജോലി ചെയ്യാറുണ്ട്. एक ही व्यक्ति अनेक कार्य किया करता है, വ്യത്യസ്ത ഓഫീസുകൾ കൈകാര്യം ചെയ്യും. अनेक विभागों को कार्य करता है. ഇതുപോലെ പരിശുദ്ധാത്മാവിന് 7 വ്യത്യസ്ത ഓഫീസുകളുണ്ട്. इसी प्रकार से पवित्र आत्मा के भी 7 विभाग कार्यालय होते हैं. അതുകൊണ്ട് ദൈവത്തിന്റെ 7 ആത്മാക്കൾ എന്ന് പറഞ്ഞു. इसीलिए इस कारण से ही 7 आत्माओं के बारे में प्रकाशित वाक्य में लिखा है. ഇതിൽ 3 അനുഭവങ്ങളെ കുറിച്ച് 3 ലെവലുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. और आज उसमें 3 विभाग या विषयों के बारे में आज हम सीखने वाले हैं. ഒന്ന്, ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. पहला पवित्र आत्मा जो हमारे भीतर है. എങ്ങനെ വന്നു, എന്തിനു വന്നു, അത് എവിടം വരെ കാണും, ഇത്രയും കാര്യങ്ങൾ ആദ്യം നോക്കാം. कैसे आया, कहां तक पहुंचा, कहां तक हमें ले जाएगा, इन बारे में हम सीखेंगे. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ വീണ്ടും ജനനത്തെക്കുറിച്ച്, നമുക്ക് ലഭിക്കുന്ന വീണ്ടും ജനനത്തെക്കുറിച്ച് കാണാം. യോഹന്നാൻ के सुसमाचार उसके पहले अध्याय उसके 12 और 13 में जो है एक दोबारा जन्म के बारे में हमें यहाँ पे सीखते हैं. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. जितनों ने उसे ग्रहण किया उन्हें परमेश्वर की संतान होने का अधिकार उसने दिया, जो उस पे नाम पे विश्वास रखते हैं. അധിക വാക്യങ്ങൾ വായിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ തന്നെ വായിക്കാൻ നോക്കട്ടെ. ज्यादा वचन हम नहीं पढ़ेंगे, खुद से ही जो है सीखते जाएंगे. ഓക്കെ, അവനെ കൈക്കൊണ്ട്, അതായത് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. जितनों ने उस पे विश्वास किया, जितनों ने इसके नाम को ग्रहण किया, उसको संतान होने का अधिकार परमेश्वर ने दिया. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്ര ജനിച്ചത്. वे ना तो लहू से, ना शरीर की इच्छा से, ना मनुष्य की इच्छा से, परंतु परमेश्वर से उत्पन्न हुए हैं. ഇതൊരു ബൈബിൾ സ്റ്റഡിയാണ്. ये एक बाइबल स्टडी है. ഇതിനകത്ത് നമ്മൾ മെസ്സേജ് അല്ല നോക്കുന്നത്, ആഴത്തിൽ വേദപുസ്തകം പഠിക്കാൻ ശ്രമിക്കുക. और ये हाँ है संदेश नहीं, लेकिन गहराई से वचन को सीखने की कोशिश कर रहे हैं. ദൈവത്തിന്റെ മക്കളാകാൻ അവൻ നമുക്ക് അധികാരം തന്നു. परमेश्वर की संतान होने का अधिकार उसने हमें दिया. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, ദൈവത്തിന്റെ മകനാണ്. मैं मसीही हूँ, परमेश्वर की संतान हूँ. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ ദൈവത്തിന്റെ കൊച്ചുമക്കളാകണ്ടേ? तो क्या मेरे बच्चे जो हैं प्रभु यीशु मसीह के छोटे बच्चे, ग्रैंडसन जैसे हो जाएंगे? ദൈവത്തിന്റെ പ്രത്യേകത കൊച്ചുമക്കളില്ല. क्योंकि परमेश्वर की वचन के अनुसार उनके नाती पोते नहीं हुआ करते. ദൈവ കുടുംബത്തിൽ പിതാവും മകനും അല്ലെങ്കിൽ മകളും മാത്രമേ ഉള്ളൂ. परमेश्वर के सामने सिर्फ पिता और पुत्र का ही औदा है. ലെറ്റ് മീ സേ പിതാവും മക്കളുമേ ഉള്ളൂ. और दूसरे अर्थों में मैं कहूं तो पिता और उनके बच्चे. മാതാവില്ല, माता नहीं है, കൊച്ചുമക്കളില്ല, नाती पोते नहीं है, പിതാവും മക്കളും മാത്രം. पिता और पुत्र ही है. യേശുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ പിതാവ് അധികാരം കൊടുത്തു. और जितनों ने उसे ग्रहण किया, परमेश्वर की संतान होने का अधिकार परमेश्वर ने हमें दिया. അവർ ജനിച്ചത് ദൈവത്തിൽ നിന്നാണ്. और वे उनका जन्म परमेश्वर से हुआ. ദൈവത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഒരു പദം എടുത്തോർപ്പിക്കണം. और परमेश्वर से उस वचन का एक और अर्थ मैं बताना चाहता हूं. ഇത് ഉച്ചരിക്കുവാൻ ഇംഗ്ലീഷിൽ 2 പദങ്ങൾ ഉപയോഗിക്കും. और इसको कहने के लिए अंग्रेजी में 2 शब्द का प्रयोग किया गया है. ഒന്ന് ഫ്രം ഗോഡ്, മറ്റേത് ഓഫ് ഗോഡ്. यानी परमेश्वर से और परमेश्वर का. थैंक यू. ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഫ്രം ഗോഡ്, ഇറ്റ് ഈസ് ഓഫ് ഗോഡ്.
और परमेश्वर से जन्म लेने का अर्थ यह है परमेश्वर का होके। എനിക്ക് ആൺകുഞ്ഞുങ്ങൾ ദൈവകൃപയാൽ ഉണ്ട്. मेरे पुत्र जो है लड़के परमेश्वर ने दिए हैं। ചില കുടുംബങ്ങളിൽ ആൺകുഞ്ഞുങ്ങളില്ല, कुछ परिवार में लड़के का जन्म नहीं होता है, അവിടെ പെൺകുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. वहां पे पुत्रियां या फिर लड़कियां हुआ करती ആ हैं। വീട്ടിൽ ഒരു ആൺമകനെ വേണം എന്ന് മാതാപിതാക്കൾക്ക് താല്പര്യം. और उनको एक आग्रह है कि उनको एक औलाद या है एक पुत्र की प्राप्ति हो। എല്ലാവർക്കും മനസ്സിലാകുന്ന ഉദാഹരണമാണ്, അതിലൊരു പെൺകുഞ്ഞിനെ വിവാഹം കഴിക്കുന്ന ആളിനെ ആ കുടുംബത്തിലേക്ക് ദത്തെടുക്കും. सबको समझने के लिए एक उदाहरण के रूप में बताना चाहता हूं कि उस घर में जिनमें पुत्र नहीं है, उस लड़की को जब ब्याह करे तो वो जो उनका जो शादी होगी जो लड़का आएगा उसको लेपालक के रूप में लेते हैं। അതിനെ അഡോപ്ഷൻ എന്ന് പറയാറുണ്ട്. उसको लेपालक के दर्जा दिया जाता है। ആ അഡോപ്റ്റ് ചെയ്ത മകൻ അപ്പനിൽ നിന്ന് ജനിച്ചവനല്ലെങ്കിലും അപ്പന്റെ മകനാണ്. वो लेपालक लिया हुआ संतान उस पिता के माध्यम से जन्मा नहीं है, लेकिन उसको जो है उसको गोद लिया गया है। ഈസ് നോട്ട് ഫ്രം ദ ഫാമിലി ബട്ട് ഓഫ് ദ ഫാമിലി. वो परिवार से नहीं है लेकिन परिवार का है। നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ല, ദൈവം നമ്മെ ദത്തെടുത്ത് ദൈവത്തിന്റെ വകയാക്കിയത്. हम परमेश्वर से जन्मे नहीं है लेकिन परमेश्वर के द्वारा गोद लिए गए हैं। ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്ത വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾ കന്യരായിരുന്ന നമ്മെ ദത്തെടുത്ത് അവകാശികളാക്കി. क्योंकि हमारा जन्म इजराइल के गोत्र से नहीं हुआ है, लेकिन उस पे विश्वास करने के कारण हम उस पे गोद लिए गए हैं। ഇതെങ്ങനെ സാധിച്ചു? ये कैसे हुआ? ഓക്കെ, ഞാൻ ഒരു പദം കൂടെ പറയട്ടെ. एक और आगे बढ़कर बताना चाहता हूं। നമ്മെ കുറിച്ച് ദൈവത്തിനുള്ള ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ जब हम परमेश्वर का करके हम कहते हैं, കായനെ കുറിച്ച് പറയുന്നത് അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനാണ്. काइन के बारे में हम पढ़ते हैं कि वो दुष्ट से जन्मा है। അവിടെ 1 യോഹന്നാൻ 3:12 വാക്യമുണ്ട്. पहली यूहन्ना 3:12 में हम उसको पढ़ते हुए देखते हैं। യോഹന്നാന്റെ സുവിശേഷം 1:13 നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വകയാന്ന് കണ്ടത്. यूहन्ना के सुसमाचार में हमने यह देखा कि हम परमेश्वर से जन्माए गए हैं। ഇതുപോലെ യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ കായനെ കുറിച്ച് പറഞ്ഞു, അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനാണ്. और पहले यूहन्ना की पत्री उसके 3 अध्याय के 12 में हम पढ़ते हैं कि कायन जो दुष्ट से था कर ഓഫ് ദ വിക്കറ്റ് എന്ന ഇംഗ്ലീഷ് പദമാണ്. अंग्रेजी में भी इसी प्रकार से ऑफ यानी से करके लिखा गया है। എന്റെ ജനനത്തിന് അക്ഷരീകമായി ദൈവം ഉത്തരവാദിയല്ല, ആത്മീകമായി മാത്രം ഉത്തരവാദിയാണ്. मेरे जन्म का कारण जो है परमेश्वर शारीरिक रूप से नहीं है। എന്റെ ജനനത്തിന് ഉത്തരവാദി എന്റെ അപ്പനും അമ്മയുമാണ്. मेरे जन्म का कारण मेरे माता पिता हैं। പക്ഷെ എന്റെ ആത്മീക ജനനത്തിന് മനുഷ്യനിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിൽ നിന്നുമല്ല, പകരം ഓഫ് ഗോഡ് ദൈവത്താൽ നൽകപ്പെട്ടതാണ്. लेकिन मेरा आत्मिक जो जन्म होता है वो मनुष्य से नहीं होता है, किसी संबंध से नहीं होता है, लेकिन परमेश्वर के द्वारा मेरा आत्मिक उत्पन्न होता है। ദുഷ്ടത പ്രവർത്തിക്കുന്നവൻ, കള്ളം പറയുന്നവനെ, ചീത്ത വിളിക്കുന്നവനെ, വാങ്ങിച്ച കൊടുക്കാത്തവനെ, ഭാര്യയെ തല്ലുന്നവനെ, ഭർത്താവിനെ അനുസരിക്കാത്തത്, ഇതൊന്നും പിശാചിൽ നിന്ന് ജനിച്ചതല്ല. जो कि जो है इस प्रकार के गलत काम करते हैं, झूठ बोलते हैं, पत्नी को जो है तंग करते हैं, जो लिया हुआ पैसा वापस नहीं देते, वे सब जो है शैतान के द्वारा उनसे जन्माए गए हैं। സാത്താനിൽ നിന്ന് ജനിച്ചതല്ല, शैतान के द्वारा जन्माए नहीं हैं। അവരും ജനിച്ചത് എല്ലാവരും ജനിക്കുന്നത് പോലെ മാതാപിതാക്കളിൽ നിന്ന്. वे लोग भी जो है साधारण रीति से जैसे एक मनुष्य का जन्म होता है वैसे ही वो भी जन्माए गए But they are of the evil. ആ ദുഷ്ടന്റെ വകയാണ്. लेकिन वे शैतान के द्वारा हैं। എനിക്ക് ആത്മാവിനാൽ ജനനം ലഭിച്ചതുപോലെ അവർക്കും അശുദ്ധാത്മാവിനാൽ നിയന്ത്രണം ലഭിക്കുന്നു. मुझे मेरे अंदर जैसे पवित्र आत्मा के माध्यम से मैं नियंत्रित हूं, वे जो हैं दुष्ट आत्मा के माध्यम से नियंत्रित हैं। യേശു അതിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. 3-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 3:6 और यूहन्ना के सुसमाचार उसके 3:6 में जो है एक और बार हम पढ़ते हैं यहाँ पे। 3:6 ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. यूहन्ना के सुसमाचार उसके 3:6 में हिंदी में इस प्रकार लिखा गया है कि जो शरीर से जन्मा है वो शरीर है, जो आत्मा से जन्मा है वो आत्मा है। ഇതിന്റെ അർത്ഥം എടുത്തു പറഞ്ഞാൽ, इसका अर्थ अगर हम कहें എനിക്കൊരു ജഡ ശരീരമുണ്ട്, कि यानी मेरा एक शारीरिक शरीर है ഇതിനകത്ത് ഒരു ആത്മജനനം നടക്കും. और इसके अंदर आत्मा का एक जन्म होता है। ഒന്നുകിൽ ദൈവാത്മാവിനാലാകാം, ഇല്ലെങ്കിൽ ദുഷ്ടാത്മാവിനാലാകാം. या तो वो परमेश्वर के आत्मा का जन्म हो सकता है या कि ना फिर ये दुष्ट आत्मा का जन्म। ഇതിനകത്ത് ഒരു ആത്മജനനം നടക്കും. और यहाँ पे एक आत्मा का जन्म हम होता है। അതോടുകൂടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വളരാൻ തുടങ്ങും. और उसके बाद
यह आत्मा अंदर बढ़ने लगती है। എന്റെ ഉള്ളിൽ ഉള്ള ആത്മാവെന്ന് അതിനെ വിളിക്കും. मेरे भीतर ये आत्मा हम कहते हैं उसको। നാം ദൈവത്തിന്റെ മന്ദിരമാണ്. हमारा शरीर परमेश्वर का आलय है ഈ ആത്മാവ് ഈ ആലയത്തിൽ ഉള്ളതിനാൽ ഞാൻ ഈ ആത്മാവിന്റെ മന്ദിരമാണ്. और हम जब तक शारीरिक रूप से आत्मा अंदर है तो हम परमेश्वर के आलय हैं। 1 കൊരിന്ത്യർ 3-ാമത്തെ 16-ാമത്തെ വാക്യം, पहला कुरिन्ती 3:16 में हम पढ़ते हैं, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? क्या तुम नहीं जानते कि तुम परमेश्वर के आलय हो, तुम्हारे अंदर पवित्र आत्मा बसती है? 1 കൊരിന്ത്യർ 3:16 നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാൻ കാര്യം ഇതൊരു സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിയാണ്. जो लिखना चाहते हैं वे लिख सकते हैं। पहली कुरिन्ती 3:16 में इस प्रकार लिखा है कि परमेश्वर का क्या तुम नहीं जानते कि परमेश्वर का मंदिर और परमेश्वर की आत्मा तुम्हारे अंदर है, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. कि तुम परमेश्वर के आलय हो। ഈ വേദപുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. परमेश्वर का वचन में एक खास बात यह है, ഒരു വാക്യം എവിടെയെങ്കിലും കണ്ടതുകൊണ്ട് അതിന്റെ അർത്ഥം പൂർണ്ണമാകണമെന്നില്ല. एक जगह एक वाक्य को हम देख लेंगे तो उसका अर्थ एक बार में पूरा नहीं होता है। പല രീതികളിൽ അത് വ്യാഖ്യാനിക്കാൻ കഴിയും. अलग अलग रीति से उसका अर्थ हम निकाल सकते हैं। ഞാൻ ഒരു ഉദാഹരണം ഇങ്ങനെ പറയാം. एक उदाहरण मैं आपके सामने रखना चाहता हूँ। ഈ തീമോഥെയോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. तिमोथी के पत्री में एक वाक्य इस प्रकार से है, ഏതെങ്കിലും ഒരു വിധവയ്ക്ക് പുത്ര പൗത്രന്മാർ ഉണ്ടായിരുന്നാൽ, अगर किसी विधवा का एक पुत्र है, പുത്ര പൗത്രന്മാർ മക്കളോ കൊച്ചുമക്കളോ ഉണ്ടായിരുന്നാൽ, पुत्र और उसके पोते भी हैं, അവർ സ്വന്തം കുടുംബത്തിൽ ഭക്തിയായി ജീവിക്കട്ടെ. तो वो अपने परिवार में भक्ति के साथ जिए। 2 അവർ മാതാപിതാക്കന്മാർക്ക് പ്രത്യുപകാരം ചെയ്യട്ടെ. और दूसरा वे अपने माता पिता के ऊपर दया करे। ശ്രദ്ധിച്ചു കേട്ടോണേ. ध्यान से सुनिएगा, ഏതെങ്കിലും ഒരു വിധവയ്ക്ക് മക്കളോ കൊച്ചുമക്കളോ ഉണ്ടെങ്കിൽ, अगर कोई भी विधवा के पुत्र या उसके संतान है, അവർ കുടുംബത്തിൽ ഭക്തിയായി ജീവിക്കും. पहला वे अपने परिवार में भक्ति के साथ जिए, 2 അവർ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യും. और दूसरा वे अपने माता पिता के ऊपर उपकार करे। ഭർത്താവ് മരിച്ച സ്ത്രീയെയാണ് വിധവ എന്ന് വിളിക്കുന്നത്. और जो जिसका पति मर चुका है उस स्त्री को विधवा कहते हैं। അവിടെ മകൻ പിതാവിന് എങ്ങനെ പ്രതിഫലം കൊടുക്കും? वो अपने पिता को कैसे प्रतिफल या उपकार करेगा? ഒരു പുള്ളി അങ്ങോട്ട് വ്യാഖ്യാനിച്ചു, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അതിന്റെ അർത്ഥം. एक व्यक्ति ने इस प्रकार उसका अर्थ किया कि जो मरे हुओं के लिए प्रार्थना मध्यस्थता करना, इस प्रकार वो उसका प्रतिफल देगा। ആ ഒറ്റ വാക്യം മാത്രം വായിച്ച പുള്ളിയെ തെറ്റിക്കാൻ കഴിയും. वो एक ही वचन अगर वो व्यक्ति पढ़ेगा तो वो गलत हो सकता है। പക്ഷെ വേദപുസ്തകത്തിന്റെ ഇതര ഭാഗങ്ങളിലൂടെ നോക്കിയാൽ, लेकिन परमेश्वर के वचन के दूसरे भागों को भी अगर हम देखें, മനുഷ്യൻ ജീവനോടിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതാണ്. परमेश्वर मनुष्य जो अपने जीवन काल में चाहे वो सही किया हो गलत किया है, उसका प्रतिफल पाने के लिए परमेश्वर के सन्निधि में वो खड़ा होने पाए। അങ്ങനെയാണെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനകത്ത് അർത്ഥമില്ല. तो ऐसा है तो मरे हुओं के लिए प्रार्थना करने का कोई औचित्य ही नहीं रहा। ഞാൻ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയമല്ല തൊടുന്നത്. ഒരു വാക്യം കൊണ്ട് ആരും കളിപ്പിക്കരുത് എന്നുള്ളതാണ് मैं मरे हुओं के लिए प्रार्थना करना उस वाक्य उस विषय को मैं नहीं ले रहा हूं, लेकिन कैसे इस वाक्य का अर्थ निकालेंगे उसके बारे में कहा। അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഇണവാക്യങ്ങളുടെ സഹായത്താൽ മാത്രമേ ഒരു കാര്യം തെളിയിക്കാൻ സാധിക്കത്തുള്ളൂ. इसलिए बाइबल से किसी भी चीज को अगर विषय के बारे में सीखना है तो 2 जोड़ वाक्यों को लेकर उसको समझना है। 1 കൊരിന്ത്യർ 3:16 നമ്മൾ കണ്ടു, നാം ദൈവത്തിന്റെ ആലയങ്ങളാണ്, മന്ദിരങ്ങളാണ്. पहले कुरिन्ती 3:16 में हमने पढ़ा कि हम परमेश्वर के मंदिर हैं। 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലോ, और उसके 6:19 में हमने क्या पढ़ा? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. क्या तुम नहीं जानते कि तुम्हारी देह पवित्र आत्मा का मंदिर है जो तुम में बसा हुआ है और तुम परमेश्वर की ओर से मिला है? 2 കൊരിന്ത്യർ 6:16 വീണ്ടും നോക്കുമ്പോൾ, दूसरी कुरिन्ती उसके 6:16 में हम देखते हैं നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളല്ലോ. कि हम परमेश्वर के मंदिर हैं। ഞാൻ 3 വാക്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലോട്ട് എടുത്തത്. मैंने आपके सामने 3 विभिन्न वाक्यों को दिखाया है। ഒന്നാമത്തെ പടിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ ദൈവ ആത്മാവിനാൽ ക്രിസ്ത്യാനിയായി ജനിക്കുന്നു. पहला कि मैं परमेश्वर की आत्मा के द्वारा मसीही होके जन्म लेता हूं। ഒരു മനുഷ്യനെ ദൈവവൈതലാക്കുവാൻ, ക്രിസ്ത്യാനിയാക്കുവാൻ അകത്തെ ആത്മാവിന്റെ ജനനത്തിനല്ലാതെ മറ്റൊന്നിനും കഴിയുകയില്ല. और एक व्यक्ति को सही रीति से मसीही होने के लिए उसके भीतर पवित्र आत्मा का जन्म होने के ही द्वारा वो सही रीति हो पाएगा। ആ വ്യക്തിയും ദൈവവും മാത്രം തമ്മിലുള്ള തീരുമാനമാണ്. और वो उस व्यक्ति और परमेश्वर के द्वारा दिया गया एक निर्णय है। 1 കൊരിന്ത്യർ 3:16 അത് കണ്ടു. और हमने उसको जो है पहले कुरिन्ती 3:16 में भी पाया। 2 കൊരിന്ത്യർ 6:16 നമ്മൾ അത് കണ്ടു. दूसरी कुरिन्ती 6:16 में पाया। 1 കൊരിന്ത്യർ 6:19 നമ്മൾ അത് और കണ്ടു. साथ ही साथ पहले कुरिन्ती 6:19 में भी पाया। അങ്ങനെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ജനിച്ചു. और इस प्रकार हम देखते हैं कि आत्मा हमारे भीतर जन्म लेती है। എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു. मेरे भीतर पवित्र आत्मा आई ഞാൻ ദൈവവൈതല. और मैं
अब से मसीही संतान हूं। ഇനി എനിക്ക് വേണ്ടത് ഒരു വളർച്ചയാണ്. अब मुझे चाहिए कि एक बढ़ोतरी, രണ്ടാമത്തെ പടിയിൽ ആത്മാവ് നമ്മെ ദൈവസന്നിധിയിൽ വളർത്തും. और दूसरा कि पवित्र आत्मा कैसे हमें आगे बढ़ाती है। ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞു. पिछले दिनों में एक उदाहरण देकर आपको ഇവിടെ समझाया। 1-2 വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവരാറുണ്ട്. यहाँ पे 1 और 2 साल के छोटे छोटे बच्चों को लाया करते हैं, ജനനാൽ അവർ ഇന്ത്യൻ പൗരന്മാരാണ്. और जन्म से ही वे भारत नागरिक हैं। ഉണ്ടായ അന്ന് മുതൽ അവർ ഇന്ത്യൻ പൗരന്മാരാണ്. जब से वो जन्म लिए भारत में, वे भारतीय नागरिक कहलाते हैं। പക്ഷെ 1 വയസ്സുള്ളതിനെ കൊണ്ട് ആരും വോട്ട് ചെയ്യിക്കാൻ. लेकिन क्या नागरिक होने के कारण 1 साल का बच्चा वोट दे सकता है? അതിനൊന്നുമുള്ള അറിവില്ല, കഴിവില്ല. क्योंकि वैसा करने के लिए उसके अंदर ज्ञान और कार्य नहीं है। പൗരത്വം ഉണ്ടോ? നിശ്ചയമായിട്ടും ഉണ്ട്. नागरिक है या सत्य है। ഒരു 10-15 വയസ്സാകുമ്പോഴത്തേക്ക് he became a better citizen. और 10 और 15 साल की उम्र में थोड़ा और सही नागरिक वो कहलाता है। വളർച്ചയിൽ എത്തുന്നതോടുകൂടെ ആൾ കുറച്ചുകൂടെ ബെറ്റർ ആയി. और जैसे उसकी बढ़ोतरी होती है, वो और उसमें पुष्टि होने लगती है। പലരുടെയും മാനസിക വളർച്ച വ്യത്യസ്തമാണ്, ശാരീരിക വളർച്ചയും വ്യത്യസ്തമാണെങ്കിൽ ഒരു ജനറൽ റൂൾ വെച്ചു 18 വയസ്സാകുമ്പോൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യാം. किन्हीं लोगों की मानसिक और शारीरिक जो है बढ़ोतरी विभिन्न रीति से होती है, लेकिन सामान्य रूप से 18 साल की उम्र के बाद एक नियम लागू किया गया कि वे वोट दे सकते हैं। പക്ഷെ 18 വയസ്സുള്ളവനെ ആരും പ്രസിഡന്റ് ആക്കത്തില്ല. लेकिन 18 साल का वो वोट देने वाला नागरिक प्रेसिडेंट नहीं बन ആ सकता, മച്യൂരിറ്റി കൊണ്ടതായില്ല. क्योंकि उस मानसिकता से वो उस लेवल तक नहीं पहुंच सकता। എനിക്ക് അറിഞ്ഞുകൂടാ പ്രസിഡന്റിന്റെ ഏജ് ലിമിറ്റ്. ഏജ് 35. 35 വയസ്സ് കഴിഞ്ഞെങ്കിലേ ഒരുത്തിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൺസിഡർ ചെയ്യാൻ ഒക്കൂ. लेकिन 35 साल के अब ऊपर वाले लोगों को ही जो है उस राष्ट्रपति के दर्जे में ही दिया जा सकता है। ഒരു വളർച്ച ഈ വ്യക്തിക്ക് ലഭിച്ചു. एक बढ़ोतरी उस व्यक्ति को मिला। നാം രക്ഷിക്കപ്പെട്ട അന്നേരം മുതൽ ദൈവമക്കളാണ്. और हम जिस समय से जन्म लिए हैं तब से ही वो हमारे अंदर आत्मा जन्म लिया, हम परमेश्वर की संतान हैं। എന്റെ അകത്തെ ആത്മാവാണ് എന്നെ ദൈവപൈതലാക്കിയത്. और मेरे अंदर की आत्मा है, वो मुझे परमेश्वर की संतान होने का अधिकार देती है। പക്ഷെ സഭയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ആളിനെ കൊണ്ട് കൊള്ളുകയില്ല. लेकिन कलीसिया में उस व्यक्ति से हम कोई काम नहीं करवा सकते। അതിനവൻ കുറച്ചുകൂടെ വളരണം. उसको करने के लिए उसे थोड़ा और बढ़ना है। എഫെസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം പറയുന്നത്, एफिसियों की पत्री उसके 5 में 18 में इस प्रकार ഞാൻ लिखा है। വളർച്ചയെ കുറിച്ച് തൊട്ട് തുടങ്ങുക. मैं बढ़ोतरी के बारे में किन चीजों को बता रहा हूँ। എഫെസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം പറയുന്നത്, एफिसियों की पत्री उसके 5 के 18 में लिखा है, വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, दाखरस से मतवाले ना बनो, അതിനാൽ ദുർനടപ്പുണ്ടാകും. क्योंकि उससे लुचपन होता है। എന്നാൽ पर ആത്മാവ് നിറഞ്ഞവരായി മത്തരായിക്കോണം. आत्मा से परिपूर्ण होते जाओ। ആത്മാവ് നിറയുവാൻ കഴിയുന്നതാണ്. आत्मा भरने वाली है। വളരുന്ന കാര്യം രണ്ടാമത് ഞാൻ വരുന്നു. आगे हम बढ़ोतरी के बारे में सीखेंगे। ഒന്ന്, എന്റെ അകത്ത് വീണത് ഒരു തുള്ളി വെള്ളമാണെന്നിരിക്കട്ടെ. मान लीजिए मेरे भीतर एक बूंद पानी गिरा है, ആ വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കുന്നത് और പോലെ उस पानी का लेवल बढ़ता है, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്നിൽ വളരാൻ തുടങ്ങും. और पवित्र आत्मा का लेवल भी मेरे अंदर बढ़ने लगता है। മത്തരാകുന്നത് പോലെ ഒരു അനുഭവം ഉണ്ട്. मत वाले होने तक वो बढ़ते रहता है। ഒരു തുള്ളി മദ്യം കൊണ്ട് ആർക്കും മത്ത് പിടിക്കുമെന്ന് തോന്നുന്നില്ല. एक बूंद शराब से कोई व्यक्ति मतवाला नहीं होता। കുറച്ച് കുടിച്ചു കഴിയുമ്പോഴാണ് മത്തരാകുന്നത്. थोड़ा पीने के बाद ही उसमें मत वो उसके अधीन होने लगता है। ഞാൻ ദൈവവേദലായതുകൊണ്ട് ഒരു ആത്മീയ അഭിവൃദ്ധിയൊന്നും എനിക്ക് मैं ഉണ്ടായില്ല. परमेश्वर की संतान होने के ही कारण मैं उसमें अधिकारी नहीं हो बन सकता। മത്ത് പിടിക്കുന്നത് പോലെ ഞാൻ വളരണം. जब तक मेरे अंदर वो मतवालापन नहीं आ जाता, तब तक मैं बढ़ने लगता हूं। അങ്ങനെ വളർന്നവരെ കുറിച്ച് ബൈബിൾ പറയുന്ന ഒരു പദം നോക്കാം. और उस प्रकार बढ़ोतरी प्राप्त करने वालों के बारे में बाइबल यह हमें बताता है। അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ, प्रेरितों के काम उसके 6 के 3 में हम पढ़ते हैं, ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളു. इसीलिए हे भाइयों, अपने में से 7 सुनाम पुरुषों को जो पवित्र आत्मा और बुद्धि से परिपूर्ण हो चुन लो। അവിടെ നിറഞ്ഞു എന്ന പദത്തിന് यहाँ पे भरने वाला एक अनुभव हम पाते हैं। ഫുൾ ഓഫ് ദ ഹോളി ഗോസ്റ്റ് എന്ന പദമാണ് ഉപയോഗിച്ചത്. अंग्रेजी में जो है पवित्र आत्मा से भरा हुआ करके एक शब्द देखते हैं। ഞാനൊരു പാത്രമാണെങ്കിൽ ഇതിനകത്തങ്ങ് നിറഞ്ഞു. अगर मैं एक पात्र हूं तो भरा हुआ एक अनुभव। ഒരു ഫുട്ബോളിന്റെ ബ്ലാഡറിനകത്ത് അല്പം കാറ്റ് എല്ലാ സമയത്തും ഉണ്ട്. एक फुटबॉल की ब्लैडर के अंदर एक थोड़ा सा हवा हमेशा रहता है, പക്ഷേ അത് നിറഞ്ഞു കഴിഞ്ഞാൽ लेकिन जब वो भर जाता है, ഫുട്ബോളിന്റെ സ്വഭാവം മാറും. फुटबॉल का स्वभाव बदल जाता है। അതിനകത്ത് കാറ്റ് നിറയാത്തിടത്തോളം കാലം जब तक उसके अंदर हवा कम रहती है या नहीं रहती है, അതിലൊരു ഇടി ഇടിച്ചാൽ ഈ മേശപ്പുറത്ത് ഇടിക്കുന്ന പോലെ ഉള്ളൂ.
जब हम उसमें मुक्का मारेंगे इस मेज के ऊपर मारने के समान है। പക്ഷെങ്കിൽ അതിനകത്ത് കാറ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ लेकिन जब वो फुटबॉल हवा से भर जाता है ഇടിക്കുന്ന എന്റെ കൈ തെറിക്കുന്നത് കാണും. तो मैं जैसे ही उसमें मुक्का मारूंगा मेरा हाथ बाहर छिड़क जाता है। ഏതാണ്ട് ഒരു അനുഭവ വ്യത്യാസം. एक अनुभव में बदलाव आने लगता है। കാറ്റ് നിറയാത്തിടത്തോളം സമയം जब तक उसमें हवा नहीं रहती है, അതെടുത്ത് തറയിലോട്ട് എറിഞ്ഞാൽ जब हम उसको जमीन में पटकते हैं എന്നെ എടുത്തെറിഞ്ഞ പോലെ ഉള്ളു, തെറിക്കത്തില്ല. वो वापस उछल के मेरे पास नहीं आता है। പക്ഷെ കാറ്റ് നിറഞ്ഞിരുന്നാൽ लेकिन उस फुटबॉल में हवा भरने के बाद ഏത് സ്പീഡിൽ എറിയുമോ ആ സ്പീഡിൽ തിരിച്ചു വരും. जितने तेजी से हम पटकेंगे उतने तेजी से वापस आता നിങ്ങൾ है। ആത്മാവ് നിറയണം. आप आत्मा में भरने पाए। സഭയ്ക്കകത്ത് ആദ്യത്തെ ചെറിയ ഇലക്ഷൻ നടക്കുമ്പോൾ जब कलीसिया में पहली बार एक छोटा सा इलेक्शन हुआ, എന്തിനു വേണ്ടിയാണ് ഇലക്ഷൻ എന്നറിയാമോ? किस लिए इलेक्शन हुआ? ആഹാരം വിളമ്പാൻ. भोजन देने के लिए। സഭയിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് ആഹാരം വിളമ്പാൻ വേണ്ടി ഒരു ഇലക്ഷൻ നടത്തി ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാൻ പോകും. कलीसिया में आए हुए लोगों को भोजन देने के लिए एक छोटी सी कमेटी का वहां पे निर्णय लिया गया। അന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞു ആത്മാവിൽ വൺ ഹു ഈസ് ഫുൾ ഓഫ് സ്പിരിറ്റ്, ആത്മാവിൽ അങ്ങ് നിറഞ്ഞവരെ വേണം എടുക്കാൻ. तब प्रेरितों ने यह निर्णय लिया कि पवित्र आत्मा से पूर्ण हुए लोगों को आप चुनिएगा। ഇല്ല ഒരുത്തനൊന്ന് ചിരിച്ചില്ലെന്നോ നോക്കിയില്ലെന്നോ കണ്ടില്ലെന്നോ അല്ലെങ്കിൽ കൊടുത്തത് തികഞ്ഞില്ലെന്നോ ഒക്കെ പറഞ്ഞ കണ്ടോ എന്നെ കുറ്റം പറഞ്ഞില്ലയോ എന്നൊക്കെ ചോദിക്കും. तो अगर आप देंगे तो उसने मुझे देखा नहीं, मुझ पर मुस्कुराया नहीं, मुझे कम दिया, ऐसे करने से मनमुटाव हो जाता है, मन फूल जाता है। എനിക്കാണെങ്കിൽ ഒരു തത്വം ഉണ്ടായിരുന്നു. मेरा एक तत्व इस प्रकार से था, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്തവരെ കൊണ്ട് സഭയിൽ ഒരു പണിയും ചെയ്യിക്കത്തില്ല. पवित्र आत्मा प्राप्त ना किया हुआ व्यक्ति कलीसिया में कोई काम ना करने पाए। അവരെ ബഹുമാനപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച് ഇരുത്തി ആരാധനയിൽ പങ്കെടുപ്പിക്കും. सम्मानजनक मैं उनको लेता हूँ, आलय में बिठाता हूँ और वो सारे काम में मैं उनको सम्मान देता हूँ। പക്ഷെ ഒരു കസേര തുടയ്ക്കാൻ പോലും അവരെ അനുവദിച്ചിട്ടില്ല. लेकिन उनको जो है कलीसिया में कुर्सियों को पहुंचने तक भी मैं उनको नहीं देता। എന്തെങ്കിലും ഒരു ജോലി ഇവിടെ ചെയ്യണമെങ്കിൽ അത് ആത്മാവിൽ നിറഞ്ഞവരായിരിക്കണം. कोई भी काम कलीसिया के भीतर करना है तो पहला प्राप्ति यह है कि आत्मा में वो भरने ഇത് पाए, 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ആരംഭിച്ചതാണ്. क्योंकि ये पहली कलीसिया का यह निर्णय है और यह नियम वहां से लागू A होता है। level comes that we become full of the spirit. ആത്മാവിൽ നിറയുന്ന ഒരു അനുഭവം ഉണ്ടായി. एक ऐसा समय जब वो आत्मा में पूरी रीति से भर जाता है। ഇങ്ങനെ നിറയുമ്പോൾ നമുക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെ കാര്യങ്ങൾ സാധിക്കും? ऐसा होने से क्या क्या लाभ हमें इससे प्राप्त होता है? റോമലേഖനം 8:16 പറയുന്നത് रोमी 8:16 में इस प्रकार पढ़ते हैं, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവുതാനും അഥവാ ദൈവാത്മാവുതാനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയും. आत्मा आप ही हमारी आत्मा के साथ गवाही देता है कि हम परमेश्वर की संतान हैं। ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്നൊരു സാക്ഷ്യം എന്റെ അകത്തുനിന്നുണ്ടാകും. एक परमेश्वर की संतान होने की गवाही हमारे अंदर से होती है। കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കൾ പോകുന്നത് കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. छोटे बच्चे जब अपने माता पिता को हजरत से जाते हुए देखते हैं, दौड़ के जाके गले मिलते हैं। ഞങ്ങളുടെ ഒരു കൊച്ചുമോൻ ഉണ്ടായിരുന്നു, എപ്പോഴും പറയുമായിരുന്നു എന്റെ ഹീറോ എന്റെ അപ്പന്. तो हमेशा मेरा एक पोता हुआ करता था, वो हमेशा इस प्रकार से कहता था कि मेरा हीरो मेरे पिता हैं। അത് കൊച്ചു പ്രായത്തിലാണ് പറയുന്നത്. वो छोटे उस उम्र में कहता ആ था, അപ്പനോടും ആ അമ്മയോടും അതുപോലൊരു ബഹുമാനമാണ്. क्योंकि अपने माता पिता से उस रीति का सम्मान वो करता था, അവരുടെ അകത്തുനിന്നൊരു സാക്ഷ്യം ഉയരുന്നുണ്ട്. क्योंकि उसके अंदर से गवाही निकल ഞാൻ रही थी ഇന്നാരുടെ മകനാ ഇന്നാരുടെ മകനാ ഇന്നാരുടെ कि മകൻ. मैं इसकी संतान हूँ, इसकी संतान हूँ कर നമ്മുടെ അകത്തുനിന്നൊരു സാക്ഷ്യം ഉയരും. हमारे अंदर से भी एक गवाही होने पाए, ഞാൻ ദൈവ പൈതല ദൈവ പൈതല ദൈവ പൈതല. परमेश्वर की संतान है, परमेश्वर की संतान है, परमेश्वर की संतान ആ है। ലെവലിന് താഴെയുള്ളതൊന്നും നമ്മൾ ചെയ്യരുത്. और उस लेवल के नीचे का कोई कार्य हम ना करने पाए। ഏതായാലും ബൈബിൾ സ്റ്റഡി ഇല്ലേ, ഞാൻ ഇവിടെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു പോകാം. ये एक बाइबल स्टडी होने का एक उदाहरण मैं आपके सामने रखना चाहता ഞാൻ हूं। ഇങ്ങനെ കേട്ടിട്ടുണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച്. मैं अलेक्जेंडर सम्राट के बारे में, चक्रवर्ती के बारे में मैंने कहा। അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചെറിയ പ്രായത്തിൽ താൻ ഫിലിപ്പ് മഹാരാജാവിന്റെ മകനാണ്, താൻ ഈ കൊട്ടാരത്തിന്റെ വെളിയിലുള്ള കോമണേഴ്സ് പിള്ളേരുടെ കൂടെ കളിക്കാൻ പോകും. और उस समय वो इस प्रकार कहते थे कि मैं फिलिप जो मेरे पिता है, सम्राट है, उनका मैं बच्चा हूं और साधारण व्यक्ति लोगों के साथ, बच्चों के साथ नहीं खेलता। രാജകുമാരന്മാർ സാധാരണക്കാരുടെ കൂടെ പോകാനൊക്കത്തില്ല. राजकुमार जो है साधारण लोगों के साथ उठ बैठ नहीं कर सकते। അവരുടെ ലെവലിലുള്ളവരുടെ കൂടെ മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. वे अपने दर्जे के लोगों के साथ चलते फिरते हैं। അല്ലാതെ ലോകത്തിന്റെ പൊതു തത്വം. वो संसार का साधारण नियम है। നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും ഒരു കാള ആടുകളുടെ കൂടെ കൂട്ടുകൂടിയതായിട്ട്? क्या आपने कभी ऐसा सुना है कि कोई बैल किसी बकरी के साथ दोस्ती करते हुए? മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, കന്ന് ചെന്നാൽ കന്നും കൂട്ടത്തിലേ പോകത്തുള്ളൂ. मलयालम में इस प्रकार का एक मुहावरा है कि बैल हमेशा बैल के साथ गौशाले में ही जाएगी। കോഴി ഒരിക്കലും കാക്കയുടെ കൂടെ നടക്കത്തില്ല. कभी भी मुर्गी जो है कौवे के साथ नहीं घूमेगी। തമ്മിൽ ചേരാവുന്നത് തമ്മിലേ ചേരത്തുള്ളൂ. और जिसके साथ मेल होगा उसी के साथ वो चलेंगे। പക്ഷേ അലക്സാണ്ടറിന് ഈ പരിപാടി അറിയാൻ വയ്യ. लेकिन अलेक्जेंडर चक्रवर्ती को ऐसा नियम नहीं मालूम था। താൻ തീരെ കുഞ്ഞ വളർന്നിട്ടില്ല. वो छोटा था, वो
ज्यादा उसके बारे में जानकारी नहीं थी। വളർച്ചയാകുന്നത് വരെ തന്നെ പരിപാലിക്കേണ്ട നിയമമാണ്. പിള്ളേരാരെങ്കിലും ഗേറ്റിന്റെ അവിടെ ചെന്നാൽ ഗേറ്റ് കീപ്പർ ഗേറ്റ് അടയ്ക്കണം. और तो उस समय एक साधारण एक नियम राजमहल में हुआ करता है कि अगर बच्चा जो है गेट तक पहुंचे तो तुरंत गेट बंद कर दे, बाहर जाने की अनुमति ना थी। പക്ഷേ ഈ അലക്സാണ്ടർ മഹാകുശൃതി, लेकिन यह जो अलेक्जेंडर बड़ा ही नटखट था, ഗേറ്റ് തുറന്നാൽ ഇവൻ വെളിയിൽ ചാടും. जैसे ही फाटक खुलेगा तुरंत वो बाहर जाता था। ഏതെങ്കിലും ആവശ്യത്തിന് ഗേറ്റ് തുറക്കാതിരിക്കാൻ ഒക്കുകയില്ല. और किसी कारण से गेट को बिना खोले नहीं रह ഇവൻ सकते थे। കാത്തു നിൽക്കും ഗേറ്റ് തുറക്കുമ്പോൾ വെളിയിൽ ചാടും. और ये जो छुप के बैठता था कि कब वो फाटक खुले। ഒരു ദിവസം രാജാവ് ഗേറ്റ് കീപ്പേഴ്സിനെ വിളിച്ചു. അവരോട് പറഞ്ഞു, എടാ എന്റെ പയ്യനെ വെളി വിടരുമെന്ന് പറഞ്ഞിട്ടില്ലേ? एक दिन राजा जो है अपने चौकीदारों को बुलाया और कहा कि मैंने तुमको आज्ञा दिया था कि अपने मेरे बच्चे को बाहर ना जाने के लिए। അലക്സാണ്ടർ പിന്നെയും പോകും. अलेक्जेंडर फिर भी गया, ഇവൻ പറഞ്ഞ കേൾക്കുന്നതല്ല. क्योंकि ये नटखट था, शरारती था, बात नहीं मानता था। നമ്മുടെ ഉണ്ട് അങ്ങനത്തെ കുറച്ച് പേരൊക്കെ അല്ലേ? हमारे भी कुछ ऐसे बच्चे हुआ करते हैं। സാധാരണക്കാരുടെ നടക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ദൈവമല്ലയോ, എല്ലായിടത്തും അതല്ലേ. साधारण इस प्रकार हम कहते हैं कि उनके साथ मत जाओ, वो कहते हैं कि सब जगह परमेश्वर है, जाने में कोई आपत्ति नहीं। ഒരു ദിവസം ഗേറ്റ് കീപ്പേഴ്സിനെ വിളിച്ച് രാജാവ് വഴക്ക് പറഞ്ഞു. तो एक बार द्वारपाल को बुलाकर राजा ने उनको डांटा। അവർ തുറന്നു പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ മുൻ ഞങ്ങൾ പറഞ്ഞ കേൾക്കത്തില്ല. तो उन्होंने खुल के बोला कि महाराजा आपका जो बच्चा है वो हमारी बात नहीं मानता। ഞങ്ങൾ അവരുടെ കയ്യെ പിടിച്ച് വലിച്ചു നിർത്താനുള്ള അധികാരം ഞങ്ങൾക്കില്ല. രാജകുമാരനെ തൊടാൻ പറ്റില്ല. और उसको हाथ पकड़कर रोकने की अधिकार हमें नहीं है, उसका हाथ पकड़ने की अनुमति हमें नहीं, क्योंकि राजकुमार है वो। കഥക് തുറന്നാൽ അലക്സാണ്ടർ പോയിരിക്കും. और फाटक खुला तो राजकुमार बाहर जाएंगे, यह निश्चय है। രാജാവിന് വിവരം മനസ്സിലായി. तो राजा को जो चीज है पता चल गया। രാജാവ് മുഴുവൻ സെക്യൂരിറ്റി ഗാർഡ്സിനെ ഒരുമിച്ച് നിർത്തി. तो राजा ने सारे सुरक्षा बल को खड़ा कर दिया एक साथ। എന്നിട്ട് അലക്സാണ്ടറിനോട് പറഞ്ഞു, और उस समय अलेक्जेंडर से कहा, ഇന്നു മുതൽ എപ്പോൾ വേണമെങ്കിലും എന്റെ മകൻ അലക്സാണ്ടറിന് വെളിയിൽ പോകുവാൻ ഞാൻ അനുവാദം കൊടുക്കും. और अब से मैं अपने राजकुमार को बाहर जाने की पूरी छूट और अनुमति देता हूं। ഗേറ്റ് കീപ്പേഴ്സ് ഇവൻ എപ്പോ വന്ന് പറഞ്ഞാലും ഗേറ്റ് തുറന്നു കൊടുത്തേക്കാം. द्वारपाल जब कभी भी ये बाहर जाने को कहे तो उसको छोड़ दो, जाने दो। ഇതുവരെ പറഞ്ഞു അവൻ പോകാതെ ഗേറ്റ് അടച്ചു വെക്കണം. अब तक कहे थे कि उसको बाहर जाने ना दे, നിയമം തിരുത്തി. लेकिन अब से नियम बदल गया। അലക്സാണ്ടറിന് എപ്പോൾ പോണോ വന്ന് പറഞ്ഞാൽ ഉടൻ ഗേറ്റ് തുറന്നേക്കാം. अलेक्जेंडर जब से जाना चाहे उसको यह अनुमति मिल गई कि वो बाहर जा सकता है। എന്നിട്ട് ഗേറ്റ് കീപ്പേഴ്സിനെ പറഞ്ഞു വിട്ടേച്ച് അലക്സാണ്ടറിനോട് ഒറ്റയ്ക്ക് പറഞ്ഞു, और अलेक्जेंडर को जो है बाद में अलग से द्वारपाल के जाने के बाद कहा, മോനെ നീ വെളിയിലേക്ക് പോകുന്നതിന് മുന്നേ 3 കാര്യങ്ങൾ നിന്നോട് തന്നെ ചോദിക്കണം. बेटा अलेक्जेंडर जब तुम बाहर जाओगे तो 3 चीजों का तुम ध्यान रखना। ഒന്ന്, ഞാൻ ആര്? पहला कि मैं कौन हूं। മറുപടി, ചക്രവർത്തി തിരുമേനിയുടെ മകൻ. और उसका उत्तर कि मैं चक्रवर्ती राजा का बेटा। രണ്ടാമത്തെ ചോദ്യം, ഞാൻ ആരാകേണ്ടവൻ? और दूसरा मैं कौन होने वाला हूं। മറുപടി, അടുത്ത ചക്രവർത്തി ആകേണ്ടവൻ. उत्तर कि तुम अगला चक्रवर्ती होने वाले हो। മൂന്നാമത്തെ ചോദ്യം, ഞാൻ എങ്ങോട്ട് പോകുന്നു? और तीसरा कि मैं कहां जा रहा हूं। മറുപടി, യോജിക്കാത്തിടത്തോട്ട് പോകുന്നു. യോജിക്കാത്തിടത്ത്. उत्तर जहां मुझे नहीं जाना चाहिए उस तरफ मैं जा रहा പല हूं। പ്രാവശ്യം ഇത് പറയിപ്പിച്ചു. कई बार इसी 3 प्रश्नों का उत्तर उससे कहलवाया ഞാൻ രാജാവിന്റെ മകനാ. कि मैं राजा का संतान हूं, ഞാൻ അടുത്ത രാജാവാകേണ്ടവനാ. मैं अगले राजा होने वाला हूं, എനിക്ക് അയോഗ്യമായിടത്ത് പോകത്തില്ല. और अयोग्य जगह मुझे नहीं जाना है। അതിൽ പിന്നെ അലക്സാണ്ടർ ചക്രവർത്തി വെളിയിൽ കളിക്കാൻ പോയിട്ടില്ല. और उसके बाद से वो अलेक्जेंडर चक्रवर्ती कभी भी राजमहल से बाहर नहीं गया। ഒന്ന്, എന്റെ ആത്മാവോടുകൂടെ പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു. पहला, पवित्र आत्मा मेरी आत्मा के साथ गवाही देती है। പരിശുദ്ധാത്മാവ് അവിടെ ഇരുന്ന് നീ ദൈവവേദന, നീ ദൈവവേദന, നീ ദൈവവേദന, നീ ദൈവവേദന എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എംഎവറീസ് ഇവിടെ വന്ന് പറയുന്ന പോലെ ഉള്ള ഒരു ഗുണവുമില്ല. पवित्र आत्मा अगर अंदर बैठ के कि तू परमेश्वर की संतान है, परमेश्वर की संतान है अगर कहते रहे तो इस प्रकार जैसे मैं यहाँ पे कहता हूँ वैसे ही होगा। എന്റെ ആത്മാവും ദൈവാത്മാവും കൂടെ ഉള്ളിലിരുന്ന് സാക്ഷ്യം പറയും. लेकिन मेरी आत्मा, परमेश्वर की आत्मा अंदर बैठकर गवाही दे रही है നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയും. कि आप ही हमारी आत्मा के साथ गवाही देती है कि हम परमेश्वर की संतान हैं। ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ कि जो कुछ भी मैं आत्मा में आग्रह करता हूँ, എന്റെ ആത്മാവിനോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, मेरी आत्मा से पवित्र आत्मा कहती है നീ എന്റെ മകനാ. कि तू परमेश्वर की संतान എന്റെ है। ആത്മാവ് ദൈവാത്മാവിനോട് പറയുകയാണ്, मेरी आत्मा परमेश्वर की आत्मा से कहती है, അങ്ങേ ഞാൻ അശുദ്ധമായ ഒരിടത്ത് കൊണ്ടുപോകത്തില്ല, ഞാൻ ദൈവവൈതല. और आपको मैं किसी भी अशुद्ध जगह नहीं लेके जाऊंगा क्योंकि आप परमेश्वर की आत्मा हो। ഒന്ന്, ഞാൻ ആത്മാവിനാൽ ജനിച്ചതിനാൽ ദൈവവൈതലായി. पहला कि मैं आत्मा के द्वारा जन्माया होने के कारण परमेश्वर की संतान हूं। രണ്ട്, എന്റെ ശരീരം ആത്മാവിന്റെ മന്ദിരമാണ്. और दूसरा मैं परमेश्वर के आत्मा का मंदिर हूं। മൂന്ന്, അതിനകത്ത് ഒരു ദൂത് കേട്ടതുകൊണ്ട്
കൊണ്ടായില്ല, ഞാൻ വളരണം. और तीसरा एक जो है नबूवत के द्वारा मैं उसमें बढ़ने पे आ रहा हूं. സഭയിൽ പ്രയോജനപ്പെടണമെങ്കിൽ ആത്മപൂർണനാകണം. कलीसिया में प्रयोजन होने के लिए मैं आत्मा में पूर्ण होने पाऊं. ഇതോടുകൂടെ ഒരു സാക്ഷ്യം ആരംഭിക്കും. और इस प्रकार गवाही शुरू होती है. ആത്മാവ് താൻ എന്റെ ആത്മാവോട് സാക്ഷ്യം പറയും. आत्मा आप ही हमारी आत्मा के साथ गवाही देती है. അകത്തെ ആത്മാവിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. भीतर की आत्मा के बारे में ही मैं कहते आ रहा हूं. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 8-ഉം 9-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ रोमी 8 के 8 और 9 में अगर हम आएंगे तो ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. शारीरिक दशा में रहने वाला परमेश्वर को प्रसन्न नहीं कर सकता. നിങ്ങളോ ആത്മാവിൽ നിങ്ങളിൽ വസിക്കുന്നതിനാൽ जो परमेश्वर की आत्मा जो तुम में बसता है ജഡ സ്വഭാവമുള്ളവരല്ല, शारीरिक दशा में नहीं ആത്മ സ്വഭാവമുള്ളവരത്ര. परंतु आत्मा की दशा में हो. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. मसीह का आत्मा नहीं तो वह उसका जन नहीं. എന്നിൽ വസിക്കുന്ന ആത്മാവ് मेरे अंदर बसने वाली आत्मा എന്റെ സ്വഭാവം മാറ്റും. मेरे अंदर का स्वभाव बदलता है. ജനിച്ചതിന് ഒത്തവണ്ണം നമുക്കെല്ലാം ഒരു സ്വഭാവ വ്യത്യാസമുണ്ട്. जन्म के के माध्यम से हमारा एक जन्म का एक स्वभाव होता है. പൂച്ചക്കുഞ്ഞ് ജനനാൽ മാംസഭുക്കാണ്, അത് എലിക്കുഞ്ഞിനെ കണ്ടാൽ പിടിച്ചിരിക്കും. बिल्ली के बच्चा जो है जन्म से ही मांसाहारी होने के कारण चूहे को अगर देखेगा तो निश्चय वो पकड़ेगा. പശുക്കിടാവ് വെജിറ്റേറിയൻ ആണ്. जो गाय का जो बच्चा है वो शाकाहारी है. അതിന്റെ വായിൽ ഒരു എലിക്കുഞ്ഞ് വന്ന് കേറിയാലും തുപ്പിക്കളയും. उसके मुंह में अगर एक चूहा अगर जाए तो वो थूक देगा. ജനനാൽ ചിലതെല്ലാം നമുക്ക് സിദ്ധിക്കുന്നു. जन्म से ही हमें किन्हीं चीजों की प्राप्ति होती നിങ്ങൾ है. ദൈവമക്കളായി മാറിയതുകൊണ്ട് आप परमेश्वर के संतान होकर बदलने के कारण നിങ്ങൾ ദൈവിക സ്വഭാവത്തിലേക്ക് आप മാറും. परमेश्वर के स्वभाव में परिवर्तित ഇത് होते हैं. ആദ്യത്തെ ദിവസം സംഭവിക്കത്തില്ല. वो एक दिन में पहले दिन में नहीं होता. ഒരു വയസ്സുള്ള കുഞ്ഞ് ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിലും വോട്ട് ചെയ്യാൻ കൊള്ളുകയില്ല. एक जिस प्रकार जन्म से 1 साल का जो बच्चा वो भारतीय नागरिक है लेकिन वोट नहीं दे നമ്മുടെ पाता. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകണം. हमारे आत्मिक जीवन में एक बढ़ोतरी होता है. ഞാൻ ഒരിക്കല് ആദ്യം എനിക്കൊന്ന് ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വിഷയം ഗംഗാനഗറിൽ വെച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് आज से तकरीबन 30 साल पहले जो है गंगानगर चर्च में इसी विषय के ऊपर मैंने क्लास लिया. ഞാൻ ഒരു ഉദാഹരണം ഇങ്ങനെ പറഞ്ഞു. वहां पे एक उदाहरण इस प्रकार लिया. എന്റെ കയ്യിൽ ഒരു പൂച്ചക്കുഞ്ഞും ഒരു പശുക്കിടാവും ഒരു കുറച്ച് നെല്ലും എല്ലാം ഉണ്ടെന്നിരിക്കട്ടെ. मान लीजिए मेरे पास जो है बिल्ली का बच्चा और गाय का बछड़ा और थोड़ा गेहूं है ഒരു കോഴിക്കുഞ്ഞുണ്ട്. और साथ में एक मुर्गी का बच्चा भी है. ഞാനിവിടെ നിൽക്കുന്നിടത്തോളം ഇവരെല്ലാം മാന്യരാണ്. और जब तक मैं घर पे हूं ये सारे लोग बहुत ही अच्छे हैं. എന്തെങ്കിലും അനാവശ്യം കാണിച്ചാൽ ഒരു ഞൊട്ട് കൊടുക്കുക ആർക്കാണെങ്കിലും ഇവർക്കെല്ലാം പേടിയാണ്. ആരും ഒരു ദോഷവും ചെയ്യത്തില്ല. और जब भी मैं घर में रहता हूं कोई भी शरारत करता है एक बार मैं उसको डांटता हूं तो बाकी सब भी सीधे रहते हैं, कोई शरारत नहीं करता. ഞാൻ എന്റെ പശുക്കിടാവിനെയും കോഴിക്കുഞ്ഞിനെയും പൂച്ചക്കുഞ്ഞിനെയും നെല്ലും കൂടെ ഒരിടത്ത് വെച്ച് സ്ഥലം വിട്ടു. और मैं जो हूं उस मुर्गी के बच्चे को, गाय के बच्चे को और बिल्ली के बच्चे को और गेहूं को एक जगह रखकर मैं उस घर से बाहर गया. കുറച്ചു നേരം കഴിഞ്ഞ് വരുമ്പോൾ നെല്ല് അവിടെ ഇല്ല, മറ്റേ 3 പേരും ഉണ്ട്. और कुछ देर के बाद मैं वापस आया तो गेहूं वहां पे नहीं है, बाकी 3 लोग वहां हैं. ആരോ തിന്നതാ. किसी ने उसको खाया है. ആരായിരിക്കും? कौन हो सकता है? കോഴിയും സാധ്യതയുണ്ട്, പശുവിനും സാധ്യതയുണ്ട്. मुर्गी की भी संभावना है, गाय की भी संभावना है. പൂച്ച തിന്നത്തില്ല. बिल्ली नहीं खाएगी കാര്യം പൂച്ചയുടെ ബ്ലഡിനകത്ത് നെല്ല് തിന്നുന്ന സ്വഭാവമില്ല. क्योंकि उस बिल्ली के लहू में जो है गेहूं को खाने की वो स्वभाव नहीं है. ഒന്നുകൂടെ കഴിഞ്ഞു വന്നപ്പോൾ തേണ്ട കോഴിക്കുഞ്ഞിനെ കാണുന്നില്ല. और थोड़ी देर के बाद देखते हैं मुर्गी वहां पे दिख नहीं रही है. ഒന്നുകിൽ പശു തിന്നതാ അല്ലെങ്കിൽ പൂച്ച തിന്നതാ. या तो गाय ने खाया होगा या फिर बिल्ली ने खाया होगा. എനിക്ക് തോന്നുന്നു ഞാൻ പശുവിനെ സംശയിക്കത്തേ ഇല്ല. तो ऐसा है तो मैं गाय के ऊपर बिल्कुल संदेह नहीं करूंगा. ബൈ ബർത്ത് അവനത് ചെയ്യത്തില്ല. क्योंकि उस जन्म से ऐसा करने का स्वभाव उसके अंदर नहीं है. നമ്മുടെ ഭൗതിക ജനനം കൊണ്ട് നമ്മൾ നന്മ ചെയ്യത്തില്ല, ദൈവത്തിന് പ്രസാദമായ നന്മ ചെയ്യത്തില്ല. क्योंकि जन्म से, भौतिक जन्म से ही परमेश्वर को प्रसन्न करने का कोई काम हम नहीं करते हैं. അവൻ ഉണ്ടായപ്പോൾ മുതലേ നല്ലതെന്നൊക്കെ പറയുന്നവരുണ്ട്, അതങ്ങനൊക്കെ പറഞ്ഞോട്ടെ, പക്ഷെ നടക്കില്ല. क्योंकि जन्म से ही वो इतना अच्छा है ऐसे कहने वाले कहते हैं लेकिन वो सही नहीं है. നമ്മുടെ നീതിപ്രവർത്തികൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താലും കറ വരണ്ട തുണി പോലെ. अगर हमारे सारे धर्म के कामों को एक साथ अगर रख ले भी तो वो परमेश्वर के सामने गंदे कपड़ों के समान है. നമ്മുടെ അകത്തിരിക്കുന്നത് ദുഷ്ടനിൽ നിന്നുള്ള ജനനം. क्योंकि हमारा जो जन्म है वो दुष्टता से हुआ है. പക്ഷെ ആത്മാവിനാൽ ഞാൻ ജനിച്ചു. लेकिन जब आत्मा से हमारा जन्म होता है, ആത്മാവ് എന്റെ ആത്മാവോട് സാക്ഷ്യം പറയാൻ തുടങ്ങി. हमारी आत्मा आप ही आत्मा के साथ गवाही देती है ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. कि हम परमेश्वर की संतान है. എന്റെ അകത്തേക്ക് പകർച്ച നടന്നുകൊണ്ടിരിക്കുക. हमारे अंदर बढ़ोतरी
होने लग रही है। ഓരോ മെസ്സേജ് കേൾക്കുമ്പോഴും ഇതിനകത്തോട്ട് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുക. हर बार जब हम नया संदेश सुनते हैं हमारे अंदर वो बढ़ोतरी का कार्य आरंभ होता है। ഒടുവിൽ ഞാൻ ആത്മപൂർണനായി വളർന്നു. आखिर में हम आत्मा में पूरी रीति से बढ़ सकते हैं। പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തെ അഫക്ട് ചെയ്യാൻ തുടങ്ങി. पवित्र आत्मा हमारे स्वभाव में परिवर्तन लाता है। ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട്. अंग्रेजी में एक गाना है, പണ്ട് ഞാൻ പോയിരുന്നിടത്ത് ഇപ്പൊ പോകത്തില്ല. पहले जहां मैं जाता था अब मैं वहां नहीं जाता। The things I used to do I do them no more. പണ്ട് ചെയ്തിരുന്നത് ഇപ്പൊ ചെയ്യത്തില്ല. पहले जो कार्यों को मैं करता था अब मैं वो कार्यों को नहीं करता। The places I used to go I go there no more. जिन जगहों में मैं पहले जाता था अब मैं उन जगहों पर नहीं जाता, കാര്യം ഞാൻ ആത്മാവിൽ വളരാൻ തുടങ്ങി. क्योंकि मैं आत्मा में बढ़ने लग रहा हूँ। എന്റെ സ്വഭാവത്തെ അത് ലീഡ് ചെയ്യാൻ തുടങ്ങി. मेरे स्वभाव में पवित्र आत्मा काबू कर रही है। നമ്മുടെ അകത്ത് ആത്മാവുണ്ടോ? मेरे अंदर आत्मा है क्या? ഉണ്ടെങ്കിൽ ഈ വളർച്ച വേണം. ऐसा है तो ऐसी बढ़ोतरी होना जरूरी है। ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നടത്തണം. परमेश्वर की आत्मा हमें चलायमान होने പണ്ട് पाए। ഞാൻ നടന്നിരുന്നത് എന്റെ സ്വന്തം ഇഷ്ടത്തിനാ. पहले मैं अपनी इच्छा से चलता था, എന്റെ ജഡത്തിന്റെ ഇച്ഛയ്ക്ക്. मेरे शरीर की इच्छा से चलता ഒരു था। നല്ല പിക്ചറിന്റെ പോസ്റ്റർ കണ്ടാൽ കണ്ടിരിക്കണം. एक अच्छे चलचित्र का पोस्टर देखो तो वहां रुक जाता था, देखता था। എവിടെയെങ്കിലും ഒരു സെലിബ്രേഷൻ കണ്ടാൽ പോയിരിക്കണം. जहां कहीं भी एक उत्सव देखो तो वहां जाने का मन करता था। പക്ഷെ ആത്മാവ് എന്നെ നടത്തി തുടങ്ങി. लेकिन आत्मा जब चलायमान होने लगी പരിശുദ്ധാത്മാവിനോട് പറയടാ നമ്മുടെ കാളുകൾ അവിടെ പോകുന്ന നാണക്കേടാ. तो पवित्र आत्मा हमारी आत्मा से कहती कि वहां जाना हमारे लिए जो है ठीक नहीं है, अपमानजनक है। നീ ദൈവവേദന. कि तुम परमेश्वर की നീ അവിടെ संतान പോകാൻ हो, പാടില്ല. तू वहां ना जाना। അതെ ഞാൻ അവിടെ പോക്ക് നിർത്തി. इसलिए मैं वहां जाना बंद किया। ആത്മാവ് എന്നെ നടത്താൻ തുടങ്ങി. आत्मा मुझे चलायमान करने ഈ लगी। നടത്തിപ്പിന്റെ ലെവലിൽ നിന്നുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമലേഖനം 8:8-9 വാക്യങ്ങൾ और എഴുതുന്നത്. इस चलायमान होने के बारे में ही, पवित्र आत्मा के बारे में ही पौलुस जो है उसके रोमी 8:8-9 में लिखता है, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. मसीह की आत्मा जिसके अंदर नहीं है वो मसीह का नहीं है। എവിടെയാണ് ഇത് പറയുന്നത്? ये कहां पे लिख रहा है? ആത്മസ്വഭാവത്തിൽ ആത്മാവ് നടത്തുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. आत्मा के स्वभाव में आत्मा के द्वारा चलायमान होने के बारे में पौलुस यहाँ कह എന്റെ रहा है। ജഡീക സുഖങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് എന്റെ ജഡം പറയുമ്പോൾ मेरे शारीरिक सुख के लिए अगर मेरा शरीर आत्मा कुछ कहती है ആ സ്വഭാവത്തെ ഓവർ റൂൾ ചെയ്യുന്ന ദൈവിക അനുഭവം, और उस स्वभाव के ऊपर कार्य करने वाला है परमेश्वर की आत्मा का अनुभव। ആത്മാവിനാൽ നടത്തപ്പെടുക, आत्मा के द्वारा चलायमान होना, അതില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. वैसा जो ऐसा नहीं करता है वो मसीह का नहीं है। ഇന്ന് പകൽ പിശാചിന് നിങ്ങളെ കുറിച്ച് അപവാദം പറയാനുണ്ടോ? क्या आज शैतान आपके विरोध में कुछ कह सकता है? നമ്മളൊക്കെ പലപ്പോഴും വന്ന് ദൈവത്തോട് പറയും, കർത്താവേ ഞാൻ ദൈവത്തിന്റെ പൈതലാ, हम हमेशा परमेश्वर से इस प्रकार कहते हैं कि हम आपकी संतान हैं, എനിക്ക് इന്നത് ചെയ്തു തരണം. मुझे ऐसा करना है। അപ്പുറത്തൊരു അപവാദി നിപ്പുണ്ട്. लेकिन विरोध में भी आपका विरोधी वहां खड़ा അവൻ है രാപകൽ അപവാദം और वो പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാ. दिन रात आपका विरोध में बात करता है। അവൻ ചോദിക്കും, ദൈവമേ അങ്ങേക്ക് എന്നെ ന്യായമുണ്ട്? तो वो कहता है कि आप कैसे एक धर्मी परमेश्वर हैं, അവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് അങ്ങയുടെ ആത്മാവിലല്ല, वो जो कार्य करता है वो आपकी आत्मा में नहीं करता, എന്റെ ആത്മാവിലാണ് അവൻ ഓപ്പറേറ്റ് वो ചെയ്യുന്നത്. शैतान कहता है कि वो मेरी आत्मा में करता है। ദൈവത്തിനും പറയാനുണ്ട്, നീ എന്റെ വകയല്ല കുഞ്ഞെ, शैतान भी, परमेश्वर भी कहेगा कि तुम मेरे साथ नहीं हो, ഞാൻ നിന്നെ വീണ്ടെടുത്തതാ, क्योंकि मैंने तुम्हें उद्धार दिया जरूर है, നിനക്ക് വേണ്ടി മരിച്ചതാ, मैं तुम्हारे लिए मरा जरूर है, നിനക്ക് വേണ്ടി അഭയയാചന ചെയ്യുന്നതാ, तुम्हारे लिए मध्यस्थ कर रहा जरूर है, എന്റെ ആത്മാവിനെ നിനക്ക് തന്നതാ. अपनी आत्मा को तुम्हें दिया जरूर है, പക്ഷെ നിന്റെ നടപ്പ് നിന്റെ ഇഷ്ടത്തിനാണ്, എന്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നീ എന്റേതല്ല. लेकिन तू अपनी इच्छा के अनुसार अगर चल रहा है तो तू मेरा नहीं है, तू मेरा नहीं है। ഞാൻ മുന്നോട്ട് പോകട്ടെ. मैं आगे बढ़ रहा हूँ। ഉള്ളിൽ വസിക്കുന്ന ഈ ആത്മാവിന്റെ പ്രവൃത്തികളാണ് ഞാൻ പറയുന്നത്. मैं अंदर आत्मा जो कार्य करती है उसके विषयों के बारे में मैं कह रहा हूँ। ദൈവിക ഡോക്ട്രിൻ ആത്മാവ് സൂക്ഷിക്കുന്നു. परमेश्वर के सिद्धांतों को पवित्र आत्मा बताती है। 2 തീമോഥെയോസ് 1:13-14 വാക്യങ്ങളിൽ दूसरे तिमोथी उसके 1:13 और 14 में इस प्रकार लिखा है, എന്നോട് കേട്ട പത്യവചനം വിട്ട് നീ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃക, എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. कि जो खरी बातें तूने मुझसे सुनी हैं उसको उस विश्वास और प्रेम के साथ जो मसीह यीशु में है अपना आदर्श बनाकर रख। നീ എന്നോട് കുറച്ച് പത്യോപദേശം കേട്ടു. तूने मुझसे कुछ खरी बातों को सीखा है। എന്നെ ഈ പത്യോപദേശം, क्या है ये खरी बातें? പത്യം എന്ന് പറയുന്ന പദം മലയാളത്തിൽ എനിക്കത് അറിയത്തുള്ളൂ. പത്യം എന്ന് പറയുന്ന ഒരു പദമുണ്ട്, അതിന് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും, എന്നതാണെന്ന് എനിക്ക് അറിയത്തില്ല. खरी जो बात है उसको ഫണ്ടമെന്റൽസ്. ഓക്കെ, नैतिक जो फंडामेंटल्स अंग्रेजी में कहते हैं। ഓക്കെ. ഞാൻ ഒരു ഹോമിയോ മരുന്ന് കഴിക്കുന്നുണ്ട്. मैं एक होमियो की दवाइयाँ खाता हूँ അതുകൊണ്ട് കാപ്പി കുടിക്കത്തില്ല. और इस कारण से मैं कॉफी नहीं पीता, എനിക്ക് ചായയേക്കാൾ ഇഷ്ടം കാപ്പി ആയിരുന്നു. और चाय से भी बढ़कर मुझे कॉफी पसंद था। ഇപ്പോഴും ചാൻസ് ഉണ്ട്, അത് തന്നെ ഇഷ്ടം. आज भी अगर मौका मिले तो कॉफी ही पीऊंगा, പക്ഷെ നിശ്ചയമായിട്ട് ഞാൻ കാപ്പി കുടിക്കത്തില്ല. लेकिन मैं निश्चय रूप से कॉफी नहीं पीऊंगा, കാരണം ഹോമിയോ മരുന്ന് കുടിക്കുമ്പോൾ ഒരു പത്യമുണ്ട്. क्योंकि
होमियो पीने के कारण मुझे किसी चीजों से एक अलगाव बनाना है അതിനൊരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഉണ്ട്. और उसका एक नैतिक उपदेश है, ഇത് കഴിക്കുന്ന കാലത്ത് കാപ്പി പറ്റത്തില്ല. क्योंकि जब तक तुम होमियो की दवाइयां खा रहे हो तब तक तुम कॉफी नहीं पी सकते, കാര്യം നീ പഥ്യത്തിലാ. क्योंकि तुम उस प्रकार के एक अलगाव में हो। ബൈബിൾ പറയുന്നു ക്രിസ്തീയ ഉപദേശം പഥ്യോപദേശം. और बाइबल हमें यह बताती है कि मसीही उपदेश अलगाव का, खरी बातों का ഇത് उपदेश है। അംഗീകരിച്ചവന് കുറെ പഥ്യമുണ്ട്. और जो मसीह को धारण करता है उस इन खरी बातों का पालन करे। അതുകൊണ്ടാണ് സഹോദരിമാർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തലമൂടന എന്ന് പറയുന്നത് പഥ്യമാണ്. അതുകൊണ്ട് इसीलिए बहनें जब प्रार्थना करें तो अपने सर को जो है ओढ़े, ये क्योंकि एक खरा उपदेश है, बाइबल सिखाता है। പിള്ളേര് പറഞ്ഞാൽ കേൾക്കണേ എന്ന് പറയുന്നത് പഥ്യോപദേശമായിട്ട്. बच्चे जो है अनुशासन में रहे, माता पिता का बात माने, यह सही उपदेश है। സഹോദരന്മാർ മുടി വെട്ടുമ്പോഴും മീശ വടിക്കുമ്പോഴും ക്രിസ്ത്യൻ സ്റ്റൈലിൽ ഇരിക്കണേ എന്ന് പറയുന്നത് और പഥ്യോപദേശമായിട്ട്. भाई लोग जो अपने बाल को काटे और मूछ मुड़वाए तो वो जो है बाइबल के उपदेशों के अनुसार वो होने पाए। എന്നോട് കേട്ട പഥ്യവചനം നീ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. खरी बातें जो तूने मुझसे सुनी उस विश्वास और प्रेम के साथ जो मसीह यीशु में अपना आदर्श बना। ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. और पवित्र आत्मा के द्वारा जो हम में बसा हुआ है इस अच्छी धरोहर की रखवाली कर। ഈ പഥ്യവചനം സൂക്ഷിക്കണമെങ്കിൽ ആത്മാവ് വേണം. और इस खरी बातों को सुरक्षित रखना है तो आत्मा जरूरी है। ഒരു പദത്തിലൂടെ കയറിക്കോട്ടെ. एक और वचन में मैं आगे बढ़ूं। ഈ പഥ്യവചനം പഥ്യ ഉപദേശം നമ്മുടെ ഉപനിധിയ ഉപനിധി. और यह जो खरी बातें हैं जो नैतिक उपदेश है वो हमारी धरोहर है। ഉപനിധി എന്ന് പറഞ്ഞാൽ എന്തുവാ? धरोहर का अर्थ क्या है? എന്റെ ട്രഷർ, मेरा खजाना, എന്റെ ട്രഷർ. मेरा खजाना। എനിക്ക് 1,00,000 രൂപ കിട്ടി. मान लीजिए 1,00,000 रुपए मुझे मिला, വേണമെങ്കിൽ അത് ചെലവാക്കാം. मैं उसको खर्च कर सकता हूँ। ആർക്കെങ്കിലും ചെലവാക്കാൻ വയ്യെങ്കിൽ എന്നോട് പറഞ്ഞ മാർഗം പറഞ്ഞുതരാം. अगर कोई खर्च नहीं कर सकता है मेरे पास आइए, मैं उसको मार्ग बताता हूँ। അതേ സമയത്ത് ഞാനൊരു തീരുമാനമെടുത്തു. उसी समय मैंने यह निर्णय लिया, ഈ 1,00,000 രൂപ ചെലവാക്കാതെ ഞാനിത് ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കാൻ പോകും. ये 1,00,000 रुपए बिना खर्च किए मैं बैंक में एक पूंजी के समान रखना चाहता हूँ। അതെന്റെ ഉപനിധിയാണ്. वो मेरा धरोहर है। ഉപനിധി എന്നുള്ള വാക്കിന്റെ അർത്ഥം अब മനസ്സിലായോ? आपको समझ में आ गया क्या कि धरोहर का अर्थ क्या है? എന്റെ സേഫ്റ്റി ഡിപ്പോസിറ്റ്. कि मेरा जो है एक मुख्य डिपॉजिट। മോനെ തീമോത്തിയോസേ, बेटा तिमोथियोस, എന്നിൽ നിന്ന് കേട്ട പഥ്യോപദേശം ഉണ്ടല്ലോ, मुझसे सुना हुआ जो खरी बातें हैं നിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഡിപ്പോസിറ്റ് അതാ. तुम्हारे मसीही जीवन की वो धरोहर है। നിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഡിപ്പോസിറ്റ് तुम्हारे मसीही जीवन की वो धरोहर है। ഞാൻ അമേരിക്കയ്ക്ക് പോകാൻ ഒരു വിസയ്ക്ക് ആപ്ലിക്കേഷൻ मैं കൊടുത്തു. अमेरिका जाने के लिए वीजा में का अनुमति लिया അവർ ചോദിക്കും നിന്റെ സാമ്പത്തിക ഭദ്രത എന്തുണ്ട്, തെളിവ് കൊണ്ടുവാ. तो वो इस प्रकार का प्रश्न करते हैं कि तुम्हारे संपत्ति की सुरक्षा क्या है? എന്റെ ശമ്പളം, मेरा जो इनकम, मेरा आय, എന്റെ സ്വന്തം വീട്, मेरा अपना घर, എന്റെ ബാങ്കിലെ ഡിപ്പോസിറ്റ്, मेरे बैंक में जो पूंजी है। ഈ ഉപനിധികളുടെ തെളിവ് കൊടുത്തെങ്കിലേ അവരെനിക്ക് വിസ और जब तक इन धरोहर इन चीजों की मैं संपत्ति का निर्णय बताऊंगा नहीं, वो मुझे वीजा नहीं देंगे। ഒന്നുമില്ലാത്തവനെ അവിടെ എന്നെ എടുക്കാൻ. क्योंकि जिसके पास कुछ नहीं है वो अमेरिका जाके क्या करेगा? നിന്റെ ഉപനിധി എന്തുവാ? कि आपका धरोहर संपत्ति क्या है? ഇന്ന് പകൽ സ്വർഗം നിങ്ങളോട് ഒരു ഉപനിധി ചോദിച്ചാൽ, आज स्वर्ग आपसे आपकी धरोहर अगर पूछे, എന്നെ കേൾക്കുന്ന ചിലർ കാണും, ഞാൻ അവർക്കും വേണ്ടി കൂടെ പറയും, ഇതിനകത്തിരിക്കുന്നവർക്ക് വേണ്ടി അതുപോലെ വെളിയിലുള്ളവർക്ക് വേണ്ടി. आज जो मुझे यहाँ सुन रहे हैं और जो ऑनलाइन से मुझे सुन रहे हैं उनके लिए भी मैं कहना चाहता हूँ। എനിക്ക് അങ്ങനെ പ്രത്യേക സഭകളൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു ബന്ധനവും എനിക്കില്ല. तो इस प्रकार कहते हैं कि मैं किसी कलीसिया का अंग नहीं हूँ, मेरा ऐसा कुछ अंग नहीं है, किसी का संस्था नहीं ഫ്രീ हूँ। ബേർഡ് തോന്നിയ പോലെ നടക്കുക. मैं जैसा मन चाहता हूँ वैसे मैं चलता हूँ। എന്റെ പൊന്നെ, നിങ്ങൾ ക്രിസ്ത്യാനി അല്ല. तो आप सही मसीही नहीं है। ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ലക്ഷണമല്ലാതെ आप मसीही होने के लक्षण नहीं है। എന്നോട് കേട്ട പഥ്യോപദേശമാണ് നിന്റെ ഡിപ്പോസിറ്റ്. क्योंकि मुझसे सुनी हुई खरी बातें ही है तुम्हारा धरोहर। പക്ഷേ ആ ഡിപ്പോസിറ്റ് അവിടെ ഇരിക്കണമെങ്കിൽ लेकिन वह पूंजी जो वहां मैंने बताई उसको रहना अगर നിങ്ങളുടെ है അകത്തെ ആത്മാവ് വളരണം. तो तुम्हारे अंदर की आत्मा बढ़ने पाए। ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപനിധി വെച്ചേക്കാൻ ഒക്കത്തില്ല. नहीं, अगर ऐसा ना हो तो तुम धरोहर की सुरक्षा नहीं कर सकते। ഇന്ന് ഇവിടെ പോയി ഇങ്ങനെ പോയി കേട്ടു, അവിടെ പോയി അങ്ങനെ കേട്ടു, തോന്നിയതുപോലെ പോയി. आज मैं इस कलीसिया में जाके ऐसा सुना, उस कलीसिया में जाके वैसा सुना, ऐसा अपनी मनमर्जी से नहीं चल सकता। ഇതിലെ ഏതെങ്കിലും ഒരു വാക്യം എന്റേതല്ലേ, മൊത്തം ഞാൻ റെഫറൻസ് സഹിതം ബൈബിളിൽ നിന്ന് പറയും. यहाँ से एक भी कहने वाला वाक्य मेरा खुद का नहीं है, बाइबल में लिखा हुआ नहीं, रेफरेंसेस आपको बता रहा എന്റെ ഉപനിധി സൂക്ഷിക്കുവാനുള്ള ആ ഘടകമാണ് എന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ്. मेरे धरोहर की रखवाली करने का जो निर्णय है वो पवित्र आत्मा का है। അടുത്തത് റോമാലേഖനം 8:23 अगला रोमी पत्री उसका 8 का 23 इस प्रकार लिखा है, എന്നെ ഉയർപ്പിക്കും എന്നതിന്റെ അഷ്വറൻസ്.
और मुझे जिलाने का जो एश्योरेंस है उसके बारे में हम पढ़ते हैं ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. कि केवल वही नहीं कि हम भी जिनके पास आत्मा का पहला फल है आप ही अपने में कहराते हैं कि लेपालक होने के अर्थात अपने देह के छुटकारे की बाट जोते हैं. ആത്മാവ് എനിക്കൊരു അഡ്വാൻസാ. कि आत्मा मेरे लिए एक एडवांस है. ദൈവം എൻ്റെ മേൽ ഇട്ടിരിക്കുന്ന അച്ചാരമാ, മുദ്രയാ. परमेश्वर के द्वारा मेरे मुझ पे दी गई एक छाप है. ഇത് ആദ്യദാനമാണ്. ये पहला फल है. ഇത് അച്ചാരമാണ്. ये एक छाप है. ആത്മാവെന്ന ആദ്യദാനം. कि आत्मा जो पहला फल है. ആത്മാവെന്ന അച്ചാരം. कि आत्मा जो मिरास में है. ഒരു അഡ്വാൻസ് ആണ് ഇത്. एक एडवांस के रूप में है. അത് ലഭിച്ചിരിക്കുന്ന നാം और उसको प्राप्त किए हुए हम നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തെ ഓർക്കുക. कि हमारे शरीर के उद्धार के लिए उस पुत्रत्व को हम जानने पाए. ഈ വിവാഹത്തിന് മുന്നമേ, വിവാഹം ഉറയ്ക്കുന്ന സമയത്ത് विवाह से पहले मंगनी का जो समय होता है ചില വിഭാഗങ്ങളിൽ ഒരു മോതിരം ഇടുന്ന പതിവുണ്ട്. किसी दूसरे विभागों में अंगूठियां बदलने का एक परंपरा होता है. വധുവരന്മാർ തമ്മിൽ തമ്മിൽ ഒരു മോതിരം എക്സ്ചേഞ്ച് ചെയ്യും. वर और वधु जो है आपस में अंगूठियां बदलते हैं. ഞാൻ കേട്ടിട്ടുള്ളതനുസരിച്ച് അമേരിക്കയുടെ നിയമത്തിൽ, അമേരിക്കയുടെ മാത്രം കാര്യമാണ്, ഇന്ത്യയുടെ കാര്യമല്ല, അമേരിക്കയുടെ നിയമത്തിൽ വിവാഹമോചനം സിമ്പിൾ ആൻഡ് ഈസിയാണ്. और अमेरिका की परंपरा है, अमेरिका में मैंने सुना है कि विवाह से अलग होना एक बहुत ही साधारण प्रक्रिया है. പക്ഷെ ഉറച്ച വിവാഹം വേണ്ടെന്ന് വെക്കുന്നത് എളുപ്പമല്ല. और जो विवाह पूरा हो चुका है उसको आसानी से नहीं तोड़ा जा सकता. വിവാഹം ഉറച്ചു. ഓക്കെ, मंगनी को जो है नहीं तोड़ा जा सकता. വിവാഹം ഉറയ്ക്കുന്നതോടെ രണ്ടുപേരും ഓരോ മോതിരങ്ങളിടും. मंगनी के बाद जो है दोनों एक दूसरे के उंगली में अंगूठियां ഒരു बदलते हैं. പയ്യന്റെ കയ്യിൽ ഒരു മോതിരമുണ്ട്. और एक व्यक्ति के हाथ में, उंगली में एक अंगूठी है. ഇവൻ വിവാഹിതനായിട്ടില്ല. वो उसका विवाह अभी तक नहीं हुआ है. ആ മോതിരത്തിന്റെ വിലയെക്കുറിച്ചൊക്കെ അവർക്ക് ഭയങ്കര പർട്ടിക്കുലറാണ്. और वो बहुत ध्यान रखते हैं जो अंगूठी वो अपने उंगली में डालते हैं. വിവാഹത്തെക്കാൾ കൂടുതൽ ചിലപ്പോൾ മോതിരങ്ങൾക്ക് വരുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലായിടത്തും അല്ലായിരിക്കാം. विवाह से भी ज्यादा जो है महंगा होता है पहनने वाली अंगूठी, ऐसा मैंने सुना है. അന്ന് മുതൽ ഈ മോൻ ഇതേ നോക്കിക്കൊണ്ടായിരിക്കും നടക്കുന്നത്. और तब से, जब से मंगनी के बाद वो व्यक्ति अपने उंगली पे देखते, उस अंगूठी को देखते चलता എന്റെ है. വിവാഹം നടക്കും, വിവാഹം നടക്കും, വിവാഹം നടക്കും. और वो कहते रहता है मेरा शादी होगा 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 करके. ഇവൻ ഒരു പെങ്കൊച്ചിന്റെ കയ്യിലും ഇതുപോലെ ഒരു മോതിരം ഇട്ടിട്ടുണ്ട്. क्योंकि वो व्यक्ति अपने होने वाली पत्नी के उंगली में भी इस प्रकार की एक अंगूठी दिया है. അവളും ഇങ്ങനെ ഇത് നോക്കിക്കൊണ്ടാണ് और നടക്കുന്നത്. वो स्त्री भी जो है ऐसी अंगूठी को देखते हुए यादों में रहती है. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവർക്ക് പരസ്പര താല്പര്യം നഷ്ടപ്പെട്ടു. और लेकिन कुछ दिनों के बाद आपसी वो मेल है वो नष्ट हो गया. വിവാഹമേ നടത്തുന്നില്ല, അങ്ങ് പിരിയാൻ പോവാൻ തീരുമാനിച്ചു. और यह निर्णय लिया कि हम अब शादी ही नहीं करने वाले हैं. പക്ഷെ അമേരിക്കൻ കോടതി അത് അനുവദിക്കണമെങ്കിൽ മഹാബുദ്ധിമുട്ട്. और लेकिन अमेरिकी कोर्ट उसको अगर लागू करे तो बहुत ही मुश्किल है. കോമ്പൻസേഷൻ വളരെ കൂടുതലാണ്. कॉम्पनसेशन बहुत ही बड़ा है. നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ഒരു അച്ചാരം തന്നു. कि आपको परमेश्वर ने एक मिरास दी है. എനിക്ക് അച്ചാരം തന്നു. और मुझे वो मिरास मिली है. എന്റെ സ്വർഗീയ വിവാഹം നടക്കുമെന്നതിന്റെ ഉറപ്പാ. और स्वर्गीय वो विवाह मेरे लिए होगा, उसका एक मिरास मुझे मिला है. എന്റെ വാഗ്ദത്തത്തിന്റെ അച്ചാരം, ഉയർപ്പിന്റെ അച്ചാരമാണ് ഈ തന്നിരിക്കുന്ന പരിശുദ്ധ. मेरे वायदे का मिरास, मेरे जी उठने का मिरास, यह जो आत्मा मेरे अंदर दी हुई നമ്മൾ है. ഈ വസ്തു വാങ്ങിക്കുന്നതിന് മുൻപേ और यह वस्तु जो आज हम यहाँ बैठे हैं उसको लेने से पहले ഒരു ബോർഡ് എഴുതി ഇതിന്റെ മുമ്പിൽ വെച്ചിരുന്നു. एक बोर्ड हमने यहाँ पे लेने से पहले लिया था പ്രൊപ്പോസ്ഡ് പ്രോപ്പർട്ടി ഫോർ ബെഥേലേജി ചർച്ച്. कि यह जो वस्तु है वो नियमित की गई है बेथेलेजी के लिए. ആർക്കെങ്കിലും എതിരുണ്ടെങ്കിൽ अगर किसी को विरोध या आपत्ति है ഇന്ന ഇന്ന ഫോൺ നമ്പറിൽ അറിയിക്കണം. इस फोन नंबर पे हमें जता दें. ഞങ്ങൾ ഇത് വാങ്ങിക്കാൻ പോകുകയാണ്. हम इसको खरीदने वाले हैं. സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിനെ ഇങ്ങോട്ട് അയച്ചത് മുതൽ ബോർഡ് വെച്ചിരിക്കുക. स्वर्ग का परमेश्वर आत्मा को हमारे अंदर डालने के बाद एक बोर्ड हमारे लिए लिखा गया है. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും എനിക്കൊരു ഓർമ്മയുണ്ട്. मैं जहां कहीं भी मुड़ूं मुझे यह याद है. ഇതൊന്നും പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ലെവലിൽ വരുന്നതല്ല. ये पवित्र आत्मा के अभिषेक के लेवल पे स्तर पर नहीं आ रहा है. അഭിഷേകം മൂന്നാമത്തെ ലെവലാ. अभिषेक इसके बाद का तीसरा स्तर है. ഇതിന്റെ ഉള്ളിലുള്ള ആത്മാവിനെ കുറിച്ചാണ് ഞാൻ ഈ ये मैं പറയുന്നത്. अंदर की भीतर की आत्मा के बारे में बता रहा हूं. ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ ഒരു മുദ്രയാണിത്. कि जी उठने का एक मुद्रा वो बताता है. ഇത് വളർന്നുകൊണ്ടിരിക്കുന്നതാ. और ये बढ़ते रहता है. യെശയ്യാവിന്റെ പുസ്തകം 9:7 പറയുന്നു. യെശയ്യാവ് 9:7. यशायाह उसका 9:7 में लिखा है അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. कि यशायाह उसके 9:7 में इसका इस प्रकार लिखा कि प्रभुता सर्वदा बढ़ती रहेगी, उसकी शांति का अंत ना होगा. ക്രിസ്തുവിന്റെ ആധിപത്യം എന്റെ മേൽ വന്നു. कि उसकी प्रभुता मेरे ऊपर आ गई ഇന്നത് और वो വളർന്നുകൊണ്ടിരിക്കുക. अभी बढ़ते जा रही है. ഞാൻ സ്നാനപ്പെടുന്നതിന് മുന്നമേ എന്റെ മാതാപിതാക്കൾ എന്നെ
നിരുത്സാഹപ്പെടുത്തി. मेरे बपतिस्मा लेने से पहले मेरे माता पिता ने मुझे निरुत्साह किया, പക്ഷെ കൃപയാൽ സ്നാനപ്പെടാൻ സാധിച്ചു. लेकिन मैंने बपतिस्मा का निर्णय ले लिया അന്ന് എനിക്ക് ദൈവത്തോടൊരു ഭക്തിയും സ്നേഹവും ഉണ്ട്. और उस समय परमेश्वर से मुझे भक्ति और प्रेम था. ദൈവിക ആധിപത്യം എന്റെ മേലുണ്ട്. परमेश्वर की प्रभुता मेरे ऊपर थी. ആധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിന്റെ അധികാരം എന്റെ മേലുണ്ട്. प्रभुता का अर्थ क्या है? परमेश्वर प्रभु यीशु मसीह का अधिकार मेरे ऊपर ഇത് था. അങ്ങനെ നിൽക്കുകയല്ല, ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. और ये वहां पे ठहरती नहीं है, लेकिन बढ़ती जाती है. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്ക് അവസാനം ഉണ്ടാവുകയില്ല. और उसकी प्रभुता सर्वदा रहती है, उसका अंत नहीं होता है. അകത്തെ ആത്മാവിന്റെ പ്രവൃത്തിയായത്. अंदर की आत्मा का कार्य है ये. ക്രിസ്തുവിന്റെ ആധിപത്യം നമ്മിൽ വളരുന്നുണ്ടോ? मसीह की प्रभुता क्या हमारे अंदर बढ़ रही है? നിങ്ങൾ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരാ. क्योंकि आपके भीतर पवित्र आत्मा है. ക്രിസ്തുവിന്റെ അധികാരം നിങ്ങളിൽ വർദ്ധിക്കുന്നില്ലേ? अगर परमेश्वर की आत्मा का परमेश्वर की प्रभुता क्या तुम्हारे अंदर बढ़ नहीं रही है? നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ആത്മാവില്ല. अगर ऐसा है तो आपके अंदर पवित्र आत्मा नहीं है. ഒന്നുകൂടെ പറയട്ടെ, ആത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് 3 ലെവലുകളാണ് ഞാൻ एक और मैं बताता हूं पवित्र आत्मा के कार्य के 3 स्तरों के बारे में. ഒന്നെന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ്. पहला वो आत्मा जो मेरे अंदर है. രണ്ട് എന്നെ നടത്തുന്ന और ആത്മാവ്. दूसरा जो आत्मा जो मुझे चलायमान करती है. മൂന്ന് എന്നിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന ആത്മാവ്. तीसरा मेरे अंदर से उमड़ने वाली आत्मा. കവിഞ്ഞൊഴുകുന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചിന്തിച്ചത്. पिछले दिनों में उस उमड़ने वाले अनुभव के बारे में हमने सीखा. ഒന്നാം പടിയിലേക്ക് മടങ്ങി വരികയാണ്. पहले स्तर पे हम वापस आएंगे. എന്റെ ഉള്ളിൽ ആത്മാവ് ഉണ്ടെങ്കിൽ मेरे अंदर अगर आत्मा है तो ഈ ലെവലുകളിൽ കൂടെ ഞാൻ പോയേ പറ്റൂ. इन 3 लेवल से हमें जाना निश्चय है. സഭയുടെ പാസ്റ്റർ എന്ന സ്ഥിതിയിൽ कलीसिया के पास्टर होने के नाते സഭയെക്കുറിച്ച് എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. कलीसिया के लिए मेरी कुछ जवाबदारियां हैं. ഇതേ കാര്യങ്ങൾ സഭയ്ക്കകത്ത് നടക്കണം. और यही चीज कलीसिया के भीतर होने पाए. ക്രിസ്തുവിന്റെ അധികാരം സഭയുടെ മേൽ അധികമായി വരണം. परमेश्वर का प्रभु यीशु मसीह का अधिकार कलीसिया में और ज्यादा रीति से होने पाए. ക്രിസ്തുവിന്റെ ആധിപത്യം വളർന്നുകൊണ്ടിരിക്കണം. मसीह की प्रभुता और बढ़ती रहने पाए. ഒടുവിൽ റോമാലേഖനം 8:10-11 വാക്യങ്ങളിൽ और आखिरी में रोमी 8 के 10 और 11 में हम पढ़ते हैं. ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന ആത്മാവ് നിമിത്തം ജീവനാകുന്ന യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. यदि मसीह तुम में है, देह पाप के कारण मरी हुई है परंतु आत्मा धर्म के कारण जीवित है. यदि उस आत्मा जिसने यीशु मसीह को मरे हुए में से जिलाया है तुम में बसा हुआ है, तो जिसने मसीह को मरे हुए में से जिलाया वह तुम्हारे नश्वर देहों को भी आत्मा के द्वारा बसा हुआ है जिलाएगा. എത്ര പ്രതാപത്തോടെ ജീവിച്ചാൽ, जितना भी हम प्रताप में जिए, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം വെച്ചിരിക്കുന്നതാണ്. एक बार मरना निश्चय है और उसके बाद उसका न्याय होना है, जरूर है. നാം എല്ലാവരും യേശുവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ മരിച്ചിരിക്കും. हम अगर प्रभु यीशु मसीह के आगमन में देरी है तो निश्चय मरेंगे. പക്ഷെ മരണം കൊണ്ട് ഞാൻ തീരത്തില്ല. लेकिन मृत्यु मुझे खत्म नहीं करती. എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പ്, मेरा एक जी उठना निश्चय है. ഈ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ദൈവം ഒരു മെക്കാനിസം എന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. और इस जी उठने का एक मैकेनिज्म परमेश्वर ने मेरे अंदर सौंपा है. ഈ മെക്കാനിസം കൊണ്ടാണ് എന്നെ ഉയർപ്പിക്കുന്നത്. और इस मैकेनिज्म से ही मेरा जी उठना होगा. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു നമ്മുടെ വീഡിയോ ക്യാമറയിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഏതാണ്ട് ഒരു ഉപകരണം കുഞ്ഞുങ്ങൾ എടുത്തുകൊണ്ട് വന്നു. पिछले दिनों में वीडियो कैमरा को फिक्स करने के लिए हमारे बच्चे किसी उपकरण को लेके आए. അപ്പോൾ ഞാൻ അവരോട് ചെയ്ത് കൈകൊണ്ട് പിടിച്ചാലത്തെ കുഴപ്പമില്ല, ഇതിന് എന്തിനു ഈ സാധനം എടുത്തുകൊണ്ട് വരും? तो मैंने उससे पूछा कि इसको हाथ से पकड़ने में क्या खराबी है, क्यों इसकी जरूरत है? അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇതിനകത്ത് ഇന്ന ആക്ഷൻസ് ഇതിനുണ്ട്. तो उन्होंने इस प्रकार मुझे समझाया कि ऐसे पास जी ऐसा एक्शंस इसके द्वारा इसमें है. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, तब मुझे एकदम से याद आया ഇതിനകത്ത് ജെറിയോസ്കോപ്പാ. इसके अंदर जेरियोस्कोप है. എന്റെ ചെറിയ പ്രായത്തിൽ പഠിച്ചത് ഓർമ്മയുണ്ട്. क्योंकि मैं बचपन में इसके मैकेनिज्म के बारे में पढ़ा था. ഇതിനകത്ത് ജെറിയോസ്കോപ്പിന്റെ മെക്കാനിസം, और जेरियोस्कोप के मैकेनिज्म के बारे में मैंने बचपन में അതുകൊണ്ട് सीखा മാത്രമേ था. ഈ പരിപാടി നടക്കത്തുള്ളൂ. और इसके होने के कारण ही इसको हम कर सकते हैं. ക്യാമറ ഷെയ്ക്ക് ആകാതെ കയ്യിലിടിക്കാൻ കാരണം എന്നാ? कैमरा बिना शेक हुए आपके हाथ में क्या हो रहता है? അതിനകത്തൊരു മെക്കാനിസം. क्योंकि उसके भीतर एक मैकेनिज्म है. ഒരു ക്യാമറയുടെ ഷട്ടർ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും എങ്ങനെയാ? आप उस कैमरा का शटर क्लोज और ओपन करना कैसा है? അതിനകത്തൊരു മെക്കാനിസം. उसके भीतर एक मैकेनिज्म है. ഞാൻ സംസാരിക്കുന്ന ശബ്ദം ഈ മൈക്രോഫോണിലൂടെ പോകുന്നത് എങ്ങനെയാ? मैं जो बात कर रहा हूं उस माइक्रोफोन के द्वारा बाहर कैसे आ रही है? അതിനകത്തൊരു മെക്കാനിസം. इसके भीतर एक मैकेनिज्म है. ഞാൻ ഉയർക്കുന്നത് എങ്ങനെയാ? मैं कैसे जी उठूंगा? ഇതിനകത്തൊരു മെക്കാനിസം. इसके भीतर एक मैकेनिज्म है.
ആ മെക്കാനിസം ഉണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യും. वो मैकेनिज्म वहां पे ऑपरेट होगा. ആ മെക്കാനിസം ഏതാ? वो मैकेनिज्म क्या है? എന്നിൽ വസിക്കുന്ന ആത്മാവ്, मेरे भीतर वास करने वाली എന്നിൽ आत्मा, വളരുന്ന ആത്മാവ്, मेरे अंदर बढ़ने वाली എന്നെ आत्मा, ദൈവത്തോട് അടുപ്പിക്കുന്ന ആത്മാവ്, मुझे परमेश्वर के पास ले जाने वाली आत्मा, എന്നെ ബെറ്റർ ക്രിസ്ത്യനാക്കി മാറ്റുന്ന मुझे ആത്മാവ്, और बेहतर मसीह बनाने वाली आत्मा, ഓരോ ദിവസവും ദൈവത്തോട് എന്നെ യോജിപ്പിക്കുന്ന ആത്മാവ്. हर दिन परमेश्वर का मैकेनिज्म, കാര്യം ഞാൻ ഐ ആം ഓഫ് ഗോഡ്, ഞാൻ क्योंकि ദൈവത്തിൽ നിന്നുള്ളവൻ. मैं परमेश्वर खा हूं, അല്ലെങ്കിൽ नहीं तो നാം ദുഷ്ടനിൽ നിന്ന് ഉള്ളവന, ഓഫ് ദ ഈവിൾ. मैं शैतान से जन्मा हुआ हूं. അവരും ഉയർക്കും. वो भी जिलाए जाएंगे. അവരെ ഉയർപ്പിക്കുന്ന മെക്കാനിസം എന്തോ? उसको जिलाने का मैकेनिज्म क्या है? സാത്താന്റെ ആത്മാവാ. शैतान की आत्मा. ഇത് ഉയർപ്പിച്ചാൽ പോകുന്ന വഴിയേ അല്ല മറ്റേത് ഉയർപ്പിച്ചാൽ പോകും. और जैसे जैसे ये जो जी उठते रहेंगे उसी रास्ते में वो भी जी उठेंगे. ഈ ഗൗരവം മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. इस गहराई को समझने वालों के लिए धन्यवाद. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ മൂന്നാമത്തെ ലെവലിനെ കുറിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ എല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. हम जो है तीसरे लेवल के बारे में पिछले बीते हुए दिनों में सीखते आ रहे थे. ഇറ്റ് ഈസ് എക്സലന്റ്, ये നല്ലത്. बहुत ही अच्छा था, उत्तम പക്ഷെ था. ഞാൻ ഒന്നാം ക്ലാസ്സിലോട്ട് ഇറങ്ങി വരട്ടെ. लेकिन अब मैं पहले क्लास में जा रहा हूं. എന്നെ കർത്താവ് ദൈവവൈതലാക്കി മാറ്റി. मुझे परमेश्वर अपनी संतान बनाया. ജഡത്താൽ ജനിച്ചത് ജഡം, शरीर से जो जन्मा है वो शरीर का है. ആത്മാവിനാൽ ജനിച്ചത് जो ആത്മാവ്. आत्मा से जन्मा वो आत्मा का है. ക്വസ്റ്റ്യൻ, ഏത് ആത്മാവിനാൽ ജനിച്ചു? प्रश्न, किस आत्मा से आप जन्माए हो? ഒന്നുകിൽ ദൈവാത്മാവിനാൽ, ഇല്ലെങ്കിൽ സാത്താന്റെ या ആത്മാവിനാൽ. तो परमेश्वर की आत्मा से, नहीं तो शैतान की आत्मा से. ക്രിസ്തുവിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിന്റെ വകയാണ്. मसीह से जन्माया हुआ परमेश्वर का वंश है. ഈ ആത്മാവ് അവനിൽ പല കാര്യങ്ങൾ ചെയ്യും. और वो आत्मा उसके अंदर अनेक कार्य को अंजाम देता है. അതെനിക്ക് അച്ചാരമാണ്, वो मेरे लिए मिरास है. അതെനിക്ക് പ്രത്യാശ वो തരുന്നതാണ്, मुझे आशा देती है എന്നെ കർത്താവിലേക്ക് और എത്തിക്കുന്നു. मुझे परमेश्वर तक पहुंचाती है. ഒരു ലെവല് കഴിയുമ്പോൾ एक लेवल के बाद എന്റെ ഉയർപ്പിന്റെ അച്ചാരമായി ഇതെന്റെ അകത്തിരിക്കും. मेरे जिलाए जाने की मिरास उस आत्मा के द्वारा पूरी होती है ഈ മെക്കാനിസം വളരാൻ തുടങ്ങും. और वो मैकेनिज्म बढ़ने लगता है. ഓക്കെ, കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങൾ എടുത്തോണ്ട് വന്ന ആ സുന്ദര, എന്നെ എന്റെ പേര് ഞാൻ മറന്നുപോയി. गिम्बल, जिम्बल. കിംബർ 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 കിംബൽ അല്ലേ, കിംബൽ 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 എന്നാണ് എന്റെ പേര്. और वो गिम्बल जो बच्चे जो कैमरा रखते हैं उस स्टैंड को लेके आए അതും പിടിച്ചോണ്ട് ഇതിലെ നടക്കാൻ ഒരു കൊച്ചു ക്യാമറയെ അത് സൂക്ഷിച്ചോളൂ. और वो छोटा कैमरा जो उसके ऊपर रखा गया है वो कैमरा वो गिम्बल संभाल लेगा. വലിയ ഷെയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ വരെ പോകത്തില്ല, ചെറിയ ഷെയ്ക്കാണെങ്കിൽ അത് ടേക്ക് കെയർ ചെയ്യും. और छोटा छोटा शेक जो है वो गिम्बल संभाल लेगा. പക്ഷെ ഞാൻ വലിയ ജെറിയോസ്കോപ്പ് അഴിച്ചു കണ്ടിട്ടുണ്ട്. और मैंने एक बड़ी जियोस्कोप को खोल कर देखा है मैंने कैसा है. 25-30 ടണ്ണ് 200-300 ടൺ ഭാരവും കൊണ്ടുപോകുന്ന വലിയ വിമാനങ്ങൾ, और 200-300 जो है टन भार को ले जाने वाले जो विमान है, ഓട്ടോ പൈലറ്റിലോട്ട് ഇട്ട് കഴിയുമ്പോൾ ऑटो पायलट मोड में जब उसको रख देते हैं അതിനകത്തൊരു വലിയ ജെറിയോസ്കോപ്പ് ഉണ്ട്, ഇവനങ്ങ് ഓണാവും. उसके अंदर जो बड़ा जियोस्कोप रखा है वो कार्य करने लगता है. ശക്തിയേറിയ കൊടുങ്കാറ്റടിച്ചാൽ, जब बहुत ही भारी तूफान आता है, 100,000 കിലോമീറ്റർ സ്പീഡിൽ ഇത് ഓടിയാൽ 1000 किलोमीटर की वेगता से जब ये विमान चलने लगता है, ഇതിന്റെ ഡയറക്ഷൻ മാറത്തില്ല. इसका दिशा परिवर्तित नहीं होती है. എവിടത്തേക്ക് പൈലറ്റ് അത് സെറ്റ് ചെയ്തോ ആ ഡിറക്ഷനിൽ തന്നെ പോകും. जिस दिशा में बैठा हुआ पायलट सेट करता है उसी दिशा में यह विमान चलता നമ്മിൽ है. ചിലരുടെ അകത്തെ മെക്കാനിസത്തിന് ബലം കുറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം പറ, കർത്താവേ, സാഹചര്യങ്ങളിൽ തെറ്റാതെ എന്റെ മെക്കാനിസം ബലമുള്ളതായിരിക്കണം. आज हमारे मैकेनिज्म में अगर गड़बड़ी आ गई तो आज प्रार्थना करिए कि प्रभु तेरी दिशा में यह मैकेनिज्म चलने पाए और हम आगे बढ़ने ഒരു पाए. മനുഷ്യൻ സകല ലോകവും നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? अगर कोई व्यक्ति सारे संसार को जीत ले लेकिन उसकी आत्मा नष्ट हो जाए तो क्या अर्थ है? 100 രൂപയുടെ ലാഭം കണ്ടതുകൊണ്ടോ, 100 रुपए के लाभ को देखते हुए, 100 കോടിയുടെ ലാഭം 100 കണ്ടതുകൊണ്ടോ, करोड़ के लाभ को देखते हुए, താൽക്കാലികമായ ഏതെങ്കിലും ഒരു പ്ലഷറിന് വിധേയപ്പെടുന്നതുകൊണ്ടോ, तात्कालिक खुशी को देखते हुए, ഒരു ബീഡിക്കുറ്റിയുടെ പുറകെ പോയാലോ, एक जो है बीड़ी को देखते ഒരു हुए, മദ്യകുപ്പിയുടെ പുറകെ एक പോയാലോ, लहरी को देखते हुए, शराब को എന്റെ देखते हुए നിത്യത നഷ്ടമാക്കിയാൽ, मेरे अनंत काल के जीवन को अगर मैं नष्ट എന്റെ അകത്തെ करूं, ആത്മാവിന്റെ ഡിറക്ഷൻ मेरे മാറിപ്പോയാൽ, आत्म अंदर की आत्मा की दिशा में परिवर्तन हो, ഒരു ദിവസം ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് കർത്താവ് പറയുന്ന സാഹചര്യത്തിലായി एक പോയാൽ, दिन ऐसे संदर्भ में कि परमेश्वर कहे कि मैं तुझे नहीं जानता हूं. ഇല്ല കർത്താവേ, അതിനല്ലി ആത്മാവിനെ എന്റെ അകത്ത് തന്നത്. नहीं प्रभु, ऐसा नहीं, मेरे अंदर उस आत्मा को आपने दिया है. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, वो जो आत्मा जिसने मसीह को मरे हुए में से जिलाया है, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവിന്റെ ആത്മാവ്, और पिता की वो आत्मा जिसको मसीह को मरे हुए में से जिलाने वाली എന്നിൽ വസിക്കുന്നതിനാൽ, मेरे अंदर वास करने के कारण. റോമാലേഖനം 10:10-11 റോമാലേഖനം 8:10-11 ഞാൻ പറയുന്നത്, रोमी 8 के 10 और 11 को मैं यहाँ पे बता रहा हूँ ഇതെന്നിൽ വസിക്കുന്നുവെങ്കിൽ कि यह आत्मा जो मेरे अंदर वास करने के അതേ कारण, ആത്മാവിനാൽ उसी आत्मा के कारण എന്നെ ഉയർപ്പിക്കും. वो जलाएगा. ഈ ആത്മാവ് ഇതിനിടയ്ക്ക് പോയാലോ, अगर ये आत्मा मुझसे नष्ट हो जाए, ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. मसीह की आत्मा जो उसके अंदर नहीं है तो वो मसीह का नहीं है. ജഡത്തിന്റെ ഇച്ഛയ്ക്ക് സഞ്ചരിച്ചു പോയാലോ, शरीर की इच्छा के अनुसार वो अगर जी रहा है,
പോകുന്നത് വേറൊരു तो ഡിറക്ഷൻ. वो दूसरे डायरेक्शन में दिशा में जा रहा है. സാത്താന്റെ തകരാറ് നമ്മുടെ പെർമിഷൻ കൂടാതെ അവസരം കിട്ടിയാൽ അവൻ തന്റേത് കൊണ്ടിട്ട് शैतान का वो कार्य है कि अवसर उसको जहां कहीं भी मिले वो तुरंत अंदर प्रवेश करता है. സഭ ശ്രദ്ധിച്ചോ, വിതയ്ക്കുന്നവനൊന്ന് ഉറങ്ങിപ്പോയാൽ ശത്രു കൊണ്ട് കളവത. कलीसिया यह जान ले कि बीज बोने वाला अगर सो जाए तो तुरंत वो कटीली झाड़ियों को आगे बोझेगा. ഒരല്പമെതിലേലും ഒന്ന് തിരിഞ്ഞാൽ പിശാച് അവന്റെ വക കൊണ്ടിടും. अगर थोड़ा सा भी हमारा ध्यान बट जाए तो वो अपना यहाँ पे आगे बो देगा. ഒരു വാക്യം കൂടെ വായിച്ചേച്ച് ഞാൻ ഈ അകത്തെ ആത്മാവിനെ വിടാൻ പോകും. एक और वाक्य पढ़कर अंदर की आत्मा के बारे में जो विषय है छोड़ दूंगा. 1 कोरिന്ത്യർ 6:14. पहली कुरिन्ती उसका 6 का എന്നാൽ 14. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. परमेश्वर ने अपनी सामर्थ से प्रभु को जिलाया और हमें भी जिलाएगा. ഉയർക്കുമെന്നുള്ളത് സൂക്ഷ്മം. जिलाएगा ये निश्चय है. ജനിച്ചോ മരിക്കും ഉയർക്കും. जीवन प्राप्त किया है तो मरोगे और फिर जीवन जिलाए जाओगे. പക്ഷെ ഏത് ശക്തിയിൽ ഉയർക്കുമെന്നതാണ് लेकिन ക്വസ്റ്റ്യൻ. किस सामर्थ्य से तुम जिलाए जाओगे यह ध्यान रखना. ക്രിസ്തുവിൻ ശക്തിയിൽ ഉയർക്കുക मसीह के सामर्थ्य में जिलाए जा रहे हो ദൈവകരങ്ങളിലേക്ക് तो ഏൽപ്പിക്കും. उसके लिए परमेश्वर के हाथों में सौंपे. അനേക പൂർവ്വപിതാക്കന്മാർ തങ്ങളുടെ കഴുത്ത് വാളിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തു. अनेक हमारे बाप दादों ने अपने जान को जोखिम में डाला है इसके लिए ഇങ്ങോട്ട് വെട്ടിക്കോ. कि यहाँ इस गर्दन पे तुम अपने औजार डालो. കുറച്ചുകൂടെ ഗൗരവമായിട്ട് എനിക്ക് രക്തസാക്ഷികളെ തൊടേണ്ടത് ഉണ്ട്. ഇന്ന് തൊടുന്നില്ല, ഞാൻ ദിവസങ്ങളിൽ ഒന്ന് തൊടും. और इन दिनों में मैं उन शहीदों के बारे में आपके सामने रखना चाहता हूं जो मसीह के लिए शहीद हुए हैं. ലോകം അവർക്ക് അനുകൂലമായിരുന്നില്ല. संसार उनके लिए अनुकूल न था ജീവൻ അവർക്ക് വിലയേറിയതായിരുന്നില്ല. और उनके सामने उनका खुद का जीवन महत्वपूर्ण न था. ഏറ്റവും നല്ലൊരു ഉയർപ്പ് പ്രത്യാശിച്ചുകൊണ്ട് അവർ കഷ്ടത്തിന് ഏൽപ്പിക്കപ്പെട്ടു. और एक बहुत ही उत्तम जी उठने की आशा को सामने रखकर अपने जीवन को भी उन्होंने तुच्छ जाना വാളിനും മരണത്തിനും ഏൽപ്പിക്കപ്പെട്ടു. और अपने जीवन को उस तलवार के आगे कर दिया. ഇത് നമ്മിൽ വസിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകത. और यह है वो प्रत्येकता विशेषता वो आत्मा जो हमारे अंदर कार्य करती है. അത്രത്തിന്റെ ആവശ്യമുള്ളെന്ന് തോന്നി.